ചെയ്തു. അതായത് ഇന്ന് രാത്രി ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ ആമേൻ ഈ മീറ്റിംഗിന് വേണ്ടി കടന്നു വരാമെന്ന് പറയുകയും കൃത്യസമയത്ത് എത്തിച്ചേരുകയും ചെയ്തു. അദ്ദേഹത്തെ സ്തോത്രം ചെയ്യുന്നു, മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവിന്റെ സമയമാണ്. ആമേൻ, നമുക്ക് കരങ്ങളടിച്ച് കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി സ്വീകരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ ധന്യതിരുനാമം വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ ദിവസം രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിൻ്റെ ഒന്നാം ദിവസം അധ്യക്ഷനായിരിക്കുന്നു ഞാൻ ക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കുകയും എന്നെയും അങ്ങനെ തന്നെ സ്നേഹിക്കുകയും നിരവധി പ്രാവശ്യങ്ങൾ ദൈവവചനം ശുശ്രൂഷിക്കാൻ താനായിരുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അവസരമൊരുക്കിയിട്ടുള്ള എൻ്റെ വാത്സല്യ സഹോദരൻ, അതുപോലെ തന്നെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ദീർഘനാളുകളായി അധ്യധ്വാനം ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ ഈ മുൻഭാഗത്തായും ജനങ്ങളുടെ ഇടയിലായും ഇരിക്കുന്ന എല്ലാവർക്കും, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, ഈ യോഗം എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെടുവാൻ ഇതിൻ്റെ പിൻപിൽ വളരെ വില കൊടുത്ത് അധ്വാനിക്കുന്ന, ഈ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന കർത്തൃദാസനും തനിക്കൊപ്പം നിൽക്കുന്ന വാത്സല്യ സഹോദരനും, മനോഹരമായ രീതിയിൽ ഈ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന വാത്സല്യ സഹോദരങ്ങൾക്കും, ഈ സുവിശേഷ യോഗം വീട്ടിലും വീഥിയിലും ഇരുട്ടിലുമൊക്കെ ഇരുന്ന് ശ്രദ്ധിക്കുന്ന ഈ മനോഹര ദേശത്തെ നല്ലവരായ ദേശനിവാസികൾക്കും വേഗത്തിൽ ആഗതനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കും. ഓൺലൈൻ മാധ്യമത്തിൽ കൂടെയും ഈ യോഗം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനം ചെല്ലുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് സുവിശേഷീകരണം. നമ്മുടെ എല്ലാം ലക്ഷ്യം ചിലരെയും കൂടെ തീയിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന് വലിച്ചെടുക്കുക എന്നുള്ളതാണ്. നാളുകളായി നമ്മുടെ ഉള്ളിൽ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നമ്മുടെ കർത്താവ് എന്തുകൊണ്ട് താമസിക്കുന്നു? ദീർഘവർഷങ്ങളായി, തലമുറയായി നമ്മുടെ പിതാക്കന്മാർ ലജ്ജ കൂടാതെ പ്രസംഗിച്ചത് ഇന്നും നമ്മൾ പ്രസംഗിക്കുകയാണ്: യേശു ക്രിസ്തുവും മടങ്ങി വരും, യേശുവും മടങ്ങി വരും. പക്ഷേ അതേസമയം തന്നെ ചിലരുടെ ഉള്ളിൽ ചോദ്യം ചോദിക്കുന്നു: യേശു ക്രിസ്തുവിൻ്റെ വരവ് എന്തുകൊണ്ട് താമസിക്കുന്നു? അപ്പോൾ തന്നെ ചിലർ വിചാരിക്കുന്നു എന്നാ പറയുന്നത്, യേശു ഇനിയും താമസിക്കും എന്ന്. ഇത് രണ്ടിനും കൂടെ ബൈബിളിൽ പത്രോസ്ലീഹ ഉത്തരം പറഞ്ഞു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വരവ് താമസിക്കുന്നില്ല. എന്നാൽ ഉത്തരം എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്ക് അവർ കണ്ടെത്തിയ താമസത്തിനൊരു ഉത്തരവും കൂടെ കൊടുത്തുകൊണ്ടാണ് വാക്യം പര്യവസാനിക്കുന്നത്. ചിലരും കൂടെ മാനസാന്തരപ്പെട്ടുകൊട്ടെ എന്നോർത്ത് ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് വെച്ചാൽ മാക്സിമം ആളുകളെ നിത്യതയിൽ എത്തിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ്.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവനെ പ്രാപിക്കണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. ഒരാള് പോലും നശിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷെ എന്തുകൊണ്ട് കുറെ ആളുകൾ നശിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷയ്ക്ക് വഴിയില്ലാഞ്ഞിട്ടല്ല, അത് അവരുടെ സ്വയം വരുത്തുന്ന പിടിപ്പുകളാണ് അവർ നാശത്തിലേക്ക് പോകുന്നതിന്റെ കാരണം. രക്ഷപ്പെടാനുള്ള, നിത്യജീവനെ പ്രാപിക്കാനുള്ള എല്ലാ പദ്ധതികളും ദൈവം തന്റെ പുത്രനിൽ കൂടെ കാൽവറി ക്രൂശിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ സ്വയം രക്ഷപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ടാണ് ചിലർ നാശത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് വചനം വീണ്ടും പറയുന്നത്, ദൈവത്തിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ അത് നിത്യ ജീവനാകുന്നു, ശക്തിയാകുന്നു. അത്തരത്തിലുള്ള ബോധത്തോടുകൂടെ ഇത് കൈക്കൊള്ളുന്ന പ്രിയപ്പെട്ടവർക്ക് താൽക്കാലിക രക്ഷയല്ല, മരണത്തിനപ്പുറത്തേക്കുള്ള, മരണം കൂടാതുള്ള നിത്യത, നിത്യജീവൻ സമ്മാനിക്കുന്നതാണ് സുവിശേഷം. അത് നൽകാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാണ്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന്റെ മഹത്വം കൊടുക്കാം. വാക്യം വായിച്ച് പ്രസംഗിച്ചു തുടങ്ങുന്നതിന് മുമ്പേ രക്ഷ എന്ന വലിയ ദാനം, അതിന്റെ ആദ്യ പടി സൗജന്യമായി കൈക്കൊള്ളുകയും വിശ്വാസത്താലുള്ള നീതീകരണത്തിൽ ആ രക്ഷയിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത ശേഷം രണ്ടാം ഘട്ടത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന വിശുദ്ധീകരണം എന്ന ആ രണ്ടാം ഘട്ടത്തിൽ കൂടെ യാത്ര ചെയ്ത് മൂന്നാം ഘട്ടം എങ്ങനെയും എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന വീണ്ടും ജനനം പ്രാപിച്ച ദൈവജനം ഈ പന്തലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എന്താകണമെന്ന് ചോദിച്ചാൽ, സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന ഒരു വാചകമാകരുത്. എന്നോടിടപെടണമേ, എന്നോടിടപെടണമേ, എന്നോടിടപെടണമേ എന്നിവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ടവർ പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്നോടിടപെടണമേ നിന്ന് രക്ഷിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ചാൽ ദൂത് നിങ്ങളിലേക്ക് തിരിയും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ തോന്നും പ്രാർത്ഥിക്കണ്ടായിരുന്നു, ഞങ്ങളോട് ഇടപെടണം. കാരണം നമ്മളോടും ദൈവത്തിന് അതുപോലെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് കഴിവതും എന്നോടിടപെടണമെന്ന് രക്ഷിക്കപ്പെട്ടവരാരും എൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളോട് ഇടപെടണമെന്ന് ദൈവത്തിനുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ കൃത്യമായി എന്നിൽ കൂടെ ചെയ്യാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അത് ഞാനെന്നല്ല, ഇവിടെ ആര് ദൈവത്താൽ നിർത്തപ്പെടുന്നോ അവരെ വിവേചനത്തിന്റെ ആത്മാവിൽ കൂടെ ആരോടും സംസാരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിന് ബോധമുണ്ടത് സുബോധത്തിന്റെ ആത്മാവാണ്. അപ്പൊ നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ചോദിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇത്രയുള്ളൂ: കർത്താവേ, ഈ ചോറ്റിയിൽ ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെടണം. ഒരാളുടെയെങ്കിലും പേര് ജീവന്റെ പുസ്തകത്തിൽ മായാതെ നിലനിർത്തത്തക്കവണ്ണം ദൈവത്തിന്റെ പദ്ധതിയും വെളിപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നമുക്കും ഒരു വലിയ എഫേർട്ടുണ്ട്. വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ള ഡ്യൂട്ടിയിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കപ്പെടാതിരിക്കേണ്ട ഡ്യൂട്ടിയും തേജസ്കരണം വരെ നമുക്കും പ്രാർത്ഥിച്ചേ പറ്റൂ, പോരാടിയേ പറ്റൂ. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഈ ദേശത്തിന്റെ വിടുതലിനായി, ദേശത്തെ പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. സുവിശേഷത്തിന് മാത്രമേ പാപത്തെ പരിഹരിക്കാൻ കഴിയൂ. പാപം പരിഹരിക്കപ്പെടാൻ മറ്റൊരു സംവിധാനം ഒന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാപപരിഹാരം സുവിശേഷത്തിൽ കൂടെ മാത്രമാണ്. വിശേഷിച്ച് എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്ന ആദ്യമായ ഒരു ഏറിയയിൽ നിയോഗത്താൽ ഞാൻ പറയുന്ന ഒരു കാര്യം പ്രാരംഭ നിമിഷം ഇവിടെയും പറയാൻ ആഗ്രഹിക്കുക.
വിശുദ്ധ ബൈബിൾ പ്രസംഗിക്കാൻ എന്നെ ദൈവം തിരഞ്ഞെടുത്തതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. 2, വിശുദ്ധ ബൈബിളിലെ യേശുവിനെ അഥവാ സുവിശേഷത്തെ വാനോളം ഉയർത്തുവാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1, വിശുദ്ധ ബൈബിൾ പ്രസംഗിക്കാൻ ദൈവം തെരഞ്ഞെടുത്തതിന് ദൈവത്തോട് ഒത്തിരി നന്ദിയും ദൈവ സന്തോഷമുണ്ട്. 2, ബൈബിളിലെ സുവിശേഷമതാവായ യേശുവിനെ ഉയർത്താൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കണക്കിടുകയാണ്. എന്താണ് ബൈബിൾ അഥവാ ദൈവവചനം? എന്താണ് സുവിശേഷം? ഇതൊക്കെ അറിയാവുന്നവരാണ് രക്ഷിക്കപ്പെട്ടവരെൻ്റെ മുമ്പ് ഇരിക്കുന്നത്. നിങ്ങൾക്കിത് ബോറടി പോലെ തോന്നിയാലും സാരയില്ല. ആവർത്തിച്ച് നമ്മളെല്ലാവരും പ്രസംഗ സ്ഥലത്തെത്തുമ്പോൾ സുവിശേഷം എന്താ എന്നൊക്കെ കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അല്ല പറയുന്നത്, നമ്മൾ ഒന്നിച്ച് പുറത്തുള്ളവർക്ക് വേണ്ടി സംസാരിക്കുക. ആ ചിന്തയോടുകൂടെ ഇരിക്കണം. സ്തോത്രം. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്താണ് സുവിശേഷം? എന്താണ് ദൈവവചനം? ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും വാഹനം ഓടിച്ച് സഞ്ചരിച്ചു പോകുമ്പോൾ നിരവധി കൺവെൻഷനുകൾ, നിരവധി മീറ്റിങ്ങുകൾ ഇതുപോലെ പല ജില്ലകളിലും പല തെരുവോരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ മാത്രമല്ല, ഭൂമിയിലെ എല്ലാ മതങ്ങളിലെയും, വിശേഷിച്ച് കേരളത്തിൽ അവരവരുടെ മതങ്ങളുടെ മീറ്റിങ്ങുകൾ, കൺവെൻഷനുകൾ ഓരോ ഇടങ്ങളിലും നടക്കുകയാണ്. അവിടെയൊക്കെ നാം കാതോർക്കാൻ പോയാൽ അതാത് മതങ്ങളുടെ ഗ്രന്ഥങ്ങളെ അവർ ഉയർത്തി പറയുന്നത് കേൾക്കാം. അതാത് മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ മുൻപോട്ട് വെച്ചിരിക്കുന്ന ദൈവങ്ങൾ എന്ന സങ്കല്പങ്ങളെ അവർ വാനോളം ഉയർത്തി പ്രസംഗിക്കുന്നത് കേൾക്കാം. അങ്ങനെ മതങ്ങൾ മതിൽ തീർത്ത് ജനങ്ങളെ മതത്തിന്റെ മതിൽക്കെട്ടിന്റെ അകത്തിട്ടുകൊണ്ട് അവരുടെ മതത്തെയും അവരുടെ മതസങ്കല്പങ്ങളായ ദൈവങ്ങളെയും അവരുടെ മതത്തിന്റെ ഗ്രന്ഥങ്ങളെയും ഉയർത്തി പ്രസംഗിക്കുന്നത് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്, കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇനിയും കേൾക്കും. അപ്പൊ ചിലരുടെ ഒരു അഭിപ്രായം ഈ ചോദ്യയിൽ അതുപോലെ പെന്തിക്കോസ്ത് എന്ന് പറയുന്ന ഒരു മതമാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ പുറത്തുണ്ടാകാം. എന്നാൽ ഞങ്ങൾക്കാർക്കും ഇത് മതമല്ല. പെന്തിക്കോസ്ത് എന്നല്ല, ക്രിസ്തീയ മതമെന്ന് പറഞ്ഞൊരു മതം ബൈബിൾ മുൻപോട്ട് വെച്ചിട്ടില്ല. ക്രിസ്തു ഒരിക്കലും ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തു ഒരു രക്ഷാമാർഗമാണ് ഭൂമിയിൽ അവലംബിച്ചത്. ആ രക്ഷാമാർഗം ആരാണ്? അതും താൻ തന്നെയാണ്. താൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് താൻ അവതരിപ്പിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ, ദൈവത്തിന്റെ അടുക്കൽ അഥവാ മോക്ഷം പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് ഉറച്ച നട്ടലോടെ പറഞ്ഞ ഒരൊറ്റ നേതാവ്, ഒരൊറ്റ ദൈവം, ഒരൊറ്റ രക്ഷകൻ, അവനാണ് ഞങ്ങൾ ഉയർത്തുന്ന നസറയനായ യേശു ക്രിസ്തു. വേറെ ആരും അത്ര തന്റെ ഇടത്തോടെ പറഞ്ഞിട്ടില്ലെന്നല്ല, പറഞ്ഞിട്ടില്ല. അതെന്താണ്? നിങ്ങൾ അത്രയ്ക്ക് ഗൗരവമായി ഇത് പറയുന്നെന്ന് പുറത്തുനിന്ന് ഒരാൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് അത്ര ഉറപ്പുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ചിലർ പുറത്തു നിന്നുകൊണ്ട് ചിന്തിക്കും, എല്ലാ മതങ്ങളും അവരുടെ യോഗങ്ങളിൽ അവരുടെ ഗ്രന്ഥം വലുതാന്ന് പറയും. അവർ വിശ്വസിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തെ, അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ, അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ അവർ ഉയർത്തിപ്പറയും.
അതിൻ്റെ ഒരു ചൊല്ലും കൂടെ ചേർത്ത് പുറത്തു നിന്ന് പറയാം. മലയാളക്കരയിലെ ആളുകൾ ചൊല്ലുന്നൊരു ചൊല്ലുണ്ട്, മഴച്ചൊല്ല്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അവരവരുടെ സംഗതികൾക്ക് അവരവരുടെ തത്വങ്ങൾ അവർക്ക് വലുതാണ് എന്ന് ചിന്തിച്ച് കൂട്ടത്തിൽ അങ്ങനെയൊരു സംവിധാനം ആ ചോറ്റിയിലും ഇന്നും നാളെയായി നടക്കുന്നെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രന്ഥം ഞങ്ങൾ മാത്രമായി കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ശിരസിലൊരു ആവേശം കൊണ്ട് പറയുകയല്ല. ഞങ്ങളുടെ കർത്താവ് ദൈവമുള്ളെന്ന് ഒരു മതത്തിന്റെ മതിൽക്കെട്ടിന്റെ അകത്ത് നിന്നുകൊണ്ട് അത്തരം ആവേശങ്ങളിൽ പറയുന്നതല്ല. ആർക്കും തൂത്തുമായ്ക്കാൻ കഴിയാത്ത നിലനിൽക്കുന്ന സത്യമാണത്. കാരണം വിശുദ്ധ ബൈബിൾ മാത്രം മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പ്രധാന വാക്കുണ്ട്. യൗവനപ്രായത്തിൽ എനിക്ക് ബൈബിൾ പ്രസംഗിക്കാൻ ഇന്നും ആവേശം തരുന്നൊരു കാര്യം, ഒരു പർട്ടിക്കുലർ ജനത്തെ മാത്രം ഒരുക്കി നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി തുടങ്ങിയൊരു പദ്ധതിയല്ല വിശുദ്ധ ബൈബിളിന്റെ പ്രഭാഷണം, അല്ലെങ്കിൽ ബൈബിൾ ഒരുക്കിയ രക്ഷ. ഒരു വിഭാഗത്തിന് വേണ്ടി ഒരുക്കിയതല്ല, ഒരു ജാതിക്ക് വേണ്ടി ഒരുക്കിയതല്ല, ഒരു ഗോത്രത്തിന് വേണ്ടി ഒരുക്കിയതല്ല, ഒരു ഭാഷയ്ക്ക് വേണ്ടി ഒരുക്കിയതല്ല, ഒരു വംശത്തിന് വേണ്ടി ഒരുക്കിയതല്ല. ബൈബിൾ ഈ 4 കാര്യങ്ങളും ആവർത്തിച്ച് പറയുകയാണ്. ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ജാതിയിൽ നിന്നും യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തം കൊണ്ട് ആ രക്തം മറുവിലയായി പിതാവായ ദൈവത്തിന് കൊടുത്തുകൊണ്ട് മനുഷ്യന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മനുഷ്യന്റെ ശിക്ഷകൾ മുഴുവൻ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരുക്കിയ ഒരേ ഒരു സംവിധാനം, അതാണ് സുവിശേഷം, അതാണ് യേശുവിന്റെ മാർഗം, അതാണ് രക്ഷാമാർഗം. അതിന് ബൈബിൾ പ്രസംഗിക്കാൻ എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് ആവേശം തരുന്നൊരു വാക്യം, അത് ബൈബിളിനും മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിച്ചുകൊള്ളി. ഏതെങ്കിലും ഒരു ജാതിയെ നോക്കിയല്ല, ഏതെങ്കിലും ഒരു ഗോത്രത്തെ നോക്കിയല്ല, ഏതെങ്കിലും ഒരു ഭാഷക്കാരെ നോക്കിയല്ല, ഏതെങ്കിലും ഒരു വംശത്തെ നോക്കിയല്ല, ലോകത്തിൽ മനുഷ്യനായി പിറന്ന സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിയാൻ പറഞ്ഞ ഒരേ ഒരു ദൈവം, ഒരേ ഒരു പ്രസ്താവന, ഒരേ ഒരു മാർഗം, അതാണ് ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷം. അല്ലാതെ ഞങ്ങളെല്ലാം ഞങ്ങളുടേതാണ്, നിങ്ങളെല്ലാം രാജ്യം പെടണമെന്ന് പറയുന്ന മതത്തിന്റെ ഓരീടിയിലല്ല ഞങ്ങൾ പറയുന്ന സുവിശേഷം. സ്വോത്രം. ഞങ്ങൾ പറയുന്ന സുവിശേഷം ലോകത്തിൽ ഒരാളെ പോലും വിടാതെ കടത്തിണ്ണയിൽ ഷട്ടർ താത്തി വൈകുന്നേരം കടയുടെ ഓണർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ചാക്കിന്റെ അകത്ത് കാലുകെറ്റി കിടക്കുന്ന ഒരു നുള്ളു മണ്ണ് പോലും ഇല്ലാത്ത പിച്ചക്കാരൻ മുതൽ കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്നവർ വരെ ഒറ്റ രക്ഷ ഒരുക്കിയത് അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ചോറ്റിയോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക സത്യ നിത്യ ദൈവമല്ലാതെ, നാമമല്ലാതെ വേറൊരു നാമം, വേറൊരു ദൈവം ഇല്ല. അതിന് ചോറ്റിക്കാരെല്ലാം കൂടി പ്രസംഗിക്കുന്ന ഞങ്ങളുടെ തലയങ്ങ് വെട്ടി ഈ റോട്ടിലിട്ട് വട്ടം തട്ടാൻ വന്നാലും ഞങ്ങളുടെ നാവ് ചലിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ ആവർത്തിക്കും, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക സത്യ നിത്യതയമല്ലാതെ, ഏക നാമമല്ലാതെ വേറൊരു നാമമില്ല. സന്തോഷമുള്ളവരല്ലേലൂയ പറഞ്ഞ. ഇനിയുള്ള കാര്യമൊന്നും മറച്ചു വെച്ച് സംസാരിക്കാൻ സമയമില്ല. കർത്താവിന്റെ ഭാരമേറ്റവും അടുത്തിരിക്കുക. നമ്മുടെ പ്രബന്ധം അവതരിപ്പിക്കാനുള്ള നാഴികയല്ല. ആമീൻ. തീയിൽ നിന്ന് ചിലതിനെ വലിച്ചെടുക്കുവാൻ, ഭയം കൂടാതെ യേശുവിനെ ഉയർത്താൻ ധൈര്യത്തിന്റെ ആത്മാവിനെ അവൻ നമ്മുടെ അകത്ത് തന്നിരിക്കുക. അത് സന്തോഷത്തോടെ ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടേത് ഞങ്ങൾ ഉയർത്തുകയല്ല. ഞങ്ങളുടെ ബൈബിളിനെ കുറിച്ച് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്. ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന, ലോകമറിയപ്പെടുന്ന വിവിധ രാജ്യങ്ങളിലുള്ള ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ശാസ്ത്രജ്ഞന്മാരടക്കം, രാഷ്ട്രീയ നേതാക്കന്മാരടക്കം, മത നേതാക്കന്മാരടക്കം, ഭരണകർത്താക്കളടക്കം ബൈബിളിനെ ഉയർത്തി പറഞ്ഞിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് റഷ്യയിൽ ഭരണത്തകർച്ച നേരിട്ടപ്പോൾ രാജ്യം ദരിദ്രത്വത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നുപോയപ്പോൾ റഷ്യൻ ഭരണകർത്താവ് ഗോർബച്ചോവ് താൻ രാജിവെച്ച് തന്റെ സ്ഥാനമൊഴിയുമ്പോൾ താൻ അവസാനം തന്റെ നിയമസഭയിൽ പ്രസംഗിച്ചതാണ്, ബൈബിൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ബൈബിൾ കൂടാതെ ലോകരാജ്യങ്ങളെ ഭരിക്കാൻ ആർക്കും കഴിയില്ല. ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല. ആ പ്രധാനമന്ത്രി, ആ ഭരണകർത്താവ് പെന്തിക്കോസുകാരനുമല്ല. പക്ഷെ അദ്ദേഹം പറയാണ്, ബൈബിൾ കൂടാതെ ലോകത്തിൽ ഒരു രാജ്യവും നന്നായി ഭരിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ പറയും, റഷ്യയിലെ കാര്യമല്ലേ, ഞങ്ങളാരും അത് കേട്ടിട്ടില്ല. എന്നാൽ റഷ്യയിലും ഉഗാണ്ടയിലും വേറെങ്ങുമ്പോൾ ഉണ്ടാ നമ്മുടെ കേരളത്തിലെ കാര്യം പറഞ്ഞിട്ട് വാക്യം വായിച്ച് പ്രസംഗിക്കാൻ തുടങ്ങും. എനിക്കത് പറയുമ്പോൾ ഭയങ്കര ആവേശം. കാലങ്ങൾക്കപ്പുറത്തായി ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ചിലർക്കറിയാം, കമ്മ്യൂണിസം ലോകമെമ്പാടും തല ഉയർത്തി നിന്നെടുത്തിന്ന് ചീട്ടുകൊട്ടാരം പോലെ പല രാജ്യങ്ങളിൽ നിന്നും കൂപ്പുകുത്തി വീഴാൻ തുടങ്ങി. പല രാജ്യങ്ങളും കമ്മ്യൂണിസം തകർന്നടിഞ്ഞപ്പോൾ അന്നത്തെ ഉന്നത നേതാക്കന്മാരെല്ലാം കൂടി തീരുമാനമെടുത്തു, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഒരു മാറ്റം വരുത്തണം. പ്രഥമ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം എല്ലാ രാജ്യത്തിൽ നിന്നും ഒന്നിച്ചുകൂടി ഒരു തീരുമാനമെടുത്തു, ഒരു പാർട്ടി കോൺഗ്രസ് വിളിക്കണം. അന്ന് അത് നടന്നത് നമ്മുടെ ഡൽഹിയിലായിരുന്നു. ഞാൻ ഈ പറയുന്നത് ഉണ്ടാക്കിയതല്ല. നമ്മുടെ മലയാളം പത്രത്തിലടക്കം അന്ന് എല്ലാ ഭാഷകളിലും ഇറങ്ങിയ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വലിയ അക്ഷരത്തിൽ, പ്രത്യേകിച്ച് മലയാളം പത്രത്തിൽ ഉണ്ടായിരുന്ന ചരിത്ര സംഭവമാണ്. ഡൽഹിയിൽ പാർട്ടി കോൺഗ്രസ് വിളിച്ചു. ഉന്നത നേതാക്കന്മാരെല്ലാം ഓഡിറ്റോറിയത്തിൽ വന്നുകൂടി. കമ്മ്യൂണിസത്തോട് താല്പര്യമുള്ള പ്രധാനപ്പെട്ട ആളുകളും അല്ലാത്തവരും എല്ലാം ആ ഓഡിറ്റോറിയത്തിൽ ഇടിച്ചു കയറി. ആളുകളുടെ മുൻപിൽ ആ പാർട്ടി കോൺഗ്രസിലെ അധ്യക്ഷൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നിങ്ങളെ വിളിച്ചു കൂട്ടിയത് പല രാജ്യങ്ങളിലായി കമ്മ്യൂണിസം പടിയിറങ്ങുന്നു, അതുകൊണ്ട് നമുക്ക് ചില തിരുത്തൽ വരുത്തി, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ചില തിരുത്തൽ വരുത്തി കമ്മ്യൂണിസത്തെ പിടിച്ചു നിർത്തണം, തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ചർച്ചയ്ക്കാണ് നിങ്ങളെ വിളിച്ചത്. ജനങ്ങളിളകി. അവരാ ഓഡിറ്റോറിയത്തിൽ ഇൻകുലാബ് സിന്ദാബാ എന്ന് പറഞ്ഞ് വളരെ ശബ്ദത്തോടെ മുദ്രാവാക്യം വിളിച്ചു. ജനത്തെ അമർത്താൻ കഴിയാതെ വന്നപ്പോൾ ഇന്ന് 100 വയസ്സുള്ള വൃദ്ധനായി, കേരളം കണ്ടതിൽ ഉള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന സഖാവ് അച്യുതാനന്ദൻ യൗവന പ്രായത്തിൽ അദ്ദേഹം ആ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് അന്നത്തെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടു, താങ്കൾ ഒരു പ്രഭാഷണം നടത്തണം ഇതിനെക്കുറിച്ച്. അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം മൈക്കിന്റെ അടുത്ത് വന്ന് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ 2 വാക്കുകളാണ് അന്നത്തെ പത്രങ്ങളുടെ ഹെഡിങ്ങിൽ വന്നത്. മലയാള പത്രത്തിന്റെ ഹെഡിങ്ങിൽ വെണ്ടയ്ക്കാമൊഴിപ്പോൾ അക്ഷരത്തിൽ ആ 2 വരികൾ അച്യുതാനന്ദൻ സഖാവ് പറഞ്ഞത് വന്നു. ആ 2 വരികൾ ഇങ്ങനെയായിരുന്നു പ്രഭാഷണത്തിലെ. ഒന്നാമത്തെ വരി ഇതാണ്: കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തിരുത്തരുതെന്ന് പറയാൻ അത് വിശുദ്ധ ബൈബിൾ അല്ലല്ലോ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ലോകത്തിൽ തിരുത്തണ്ടാത്തൊരു പുസ്തകമുണ്ടെങ്കിൽ അത് ബൈബിൾ മാത്രമാണ്. 2 കാര്യമാണ് സഖാവ് അച്യുതാനന്ദൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തിരുത്തരുതെന്ന് പറയാൻ അത് വിശുദ്ധ ബൈബിൾ അല്ലല്ലോ. ലോകത്തിൽ തിരുത്തണ്ടാത്ത ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്.
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വായിച്ചപ്പോൾ എൻ്റെ രക്തം തിളച്ചു. ഞാൻ അതിനോട് കൂടെ ബൈബിൾ വേർഡ് അല്ലാത്തത് കൊണ്ട് എൻ്റെ അകത്ത് സ്വർഗം തന്നൊരു ചിന്തയും കൂടെ ചേർത്ത് പറയുക. സഖാവ് അച്യുതാനന്ദനും ഒപ്പമുള്ള സകല രാഷ്ട്രീയ പാർട്ടിക്കാരും, കമ്മ്യൂണിസ്റ്റുകാരാകട്ടെ, കോൺഗ്രസുകാരാകട്ടെ, BJPക്കാരാകട്ടെ, ഡൽഹിയിൽ നിന്ന് ചൂലും കൊണ്ടുവരുന്നതാകട്ടെ, ആരുമാകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അല്ലെങ്കിലും സകല മനുഷ്യരോടും ഞങ്ങൾ അദ്ദേഹം പറഞ്ഞതിനോട് ചേർത്തൊരു കാര്യം പറയാനുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തിരുത്തെന്ന് പറയുന്നത് ബൈബിൾ അല്ല. 2, ലോകത്തിൽ തിരുത്തണ്ടാത്തൊരു പുസ്തകമുണ്ടെങ്കിൽ ബൈബിളാണ്. എങ്കിൽ ഞാൻ സഖാവ് അച്യുതാനന്ദന്റെ 2 വാക്കിനോട് 3-മതൊരു വാക്ക് കൂട്ടുന്നു. ലോകത്തിൽ ആരെയും തിരുത്തിയിട്ടുള്ളൊരു പുസ്തകമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്, ബൈബിളാണ്. ഇന്നലകളെ തിരുത്തിയ, ഇന്നും തിരുത്തിക്കൊണ്ടിരിക്കുന്ന, നാളെയും തിരുത്താൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം, ഒരേ ഒരു വചനം, ഒരേ ഒരു രക്ഷാമാർഗം, അതാണ് സുവിശേഷം. കരങ്ങൾ ഉയർത്തി ശക്തിയോടല്ലേ പറയാം. ആരെയും തിരുത്താൻ കഴിയുന്ന ഈ നിത്യസത്യ പ്രസ്താവന നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ ലഭിച്ച ഭാഗ്യത്തെ അവസരമാക്കി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ പ്രഭാഷണത്തിനായി ഒരു വേദഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26 മുതൽ താഴോട്ട് വായിക്കാം. അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ ജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം. ഒന്നും കൂടെ 26-27 മാത്രം ഒന്ന് വായിച്ചു. അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്തു കിട്ടും എന്ന് ചോദിച്ചു. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനം അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. ദേശത്തോട് ദൈവം ഇടപെടുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദേശത്തോട് സംസാരിക്കുവാൻ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അല്പസമയം കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും ഒന്ന് സ്വോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രീയേശുനാമം അതിശയനാമം, എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, എനിക്കിമ്പനാമം. ഓ ശ്രീ യേശു നാമം അതിശയനാമം, എനിക്കിമ്പനാമം. ശ്രീ യേശു നാമം അതിശയനാമം, എനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിയിടും തിരുമുൻപിൽ വല്ല ഭക്തമുള്ള നാമം. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിയിടും തിരുമുൻപിൽ വല്ല ഭക്തമുള്ള നാമം. ശ്രീയേശു നാമം അതിശയനാമം, എനിക്കിമ്പനാമം. ഓ ശ്രീയേശു നാമം
അതിശയനാമം യോജയനിക്ക് ഇമ്പനാമം. പരിഹാരാർത്ഥം പാതകനെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപ പരിഹാരാർത്ഥം പാതകനെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപം അറ്റ ജീവിതത്തിൽ മാതൃകയായി കാണിതന്ന പാവനമാം പുണ്യനാമം. പാപം അറ്റ ജീവിതത്തിൽ മാതൃകയായി കാണിതന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശു നാമം അതിശയനാമം യോജയനിക്ക് നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്നിൽ കനിഞ്ഞ നാമം. എണ്ണം ഇല്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്നിൽ കനിഞ്ഞ നാമം. അന്യൻ എന്ന മേലൊഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യൻ എന്ന മേലൊഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീ യേശുനാമം അതിശയനാമം യോജയനിക്ക് നാമം. ശ്രീ യേശുനാമം അതിശയനാമം യോജയനിക്ക് നാമം. യോജയനിക്ക് നാമം. ഓ ശ്രീ യേശുനാമം അതിശയനാമം യോജയനിക്ക് നാമം. ഓ യോജയനിക്ക് നാമം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. തുടർന്ന് വായിക്കപ്പെട്ട വചനത്തെ പരിശുദ്ധാത്മാവ് വിഭജിച്ച് തള്ളണം. ദേശത്തോടെ സംസാരിക്കണം. വലിയ ദൈവപ്രവർത്തികൾ ഈ രാത്രി ദേശത്ത് ഈ ഗ്രൗണ്ടിൽ ഉണ്ടാകുവാൻ ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ പ്രകാശനത്തിന് തടസ്സമായി നിൽക്കുന്ന, വചനത്തിന്റെ പ്രകാശനത്തിന് തടസ്സമായി നിൽക്കുന്ന സകല അന്യാരാധനകളെയും സകല പൈശാചിക ശക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ വിടുതൽ ഈ ഗ്രൗണ്ടിൽ ദേശത്ത് ദൈവം ചെയ്യും. തിരുനാമം ഉയർന്ന മഹത്വപ്പെട്ടു. എനിക്ക് സാധുവാകുന്ന അടിയനെ ദൈവം ഉപയോഗിക്കും. മഹത്വം അങ്ങെടുക്കും. ജയം ഞങ്ങൾക്ക് നൽകും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമല്ലണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടി മത്തായി സുവിശേഷം 19-ാം അധ്യായം 26-27 ശബ്ദമുയർത്തി മൈക്കിൽ കൂടെ വായിച്ച. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. മതി. ഇന്ന് രാത്രിയിലെ
സുവിശേഷ പ്രസംഗത്തിനായി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നത്. വളരെ പരിചിതമായ ഒരു ഭാഗമാണ് ഈ വാക്യശാല. പോരാഞ്ഞിട്ട് നമ്മുടെ സഭയ്ക്കകത്തൊക്കെ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ഒരു ശൈലി പറയുകയാണ്, മനുഷ്യരെ ഒന്ന് ഒരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ. എന്താണ് ഈ വാക്യത്തിന്റെ ഉദ്ദേശമെന്ന് പോലും അറിയാതെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. ഈ വാക്യം എടുത്തിട്ട് നമ്മൾ പറയും, നിങ്ങൾക്കൊരു ജോലി തരാൻ മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവം നിങ്ങൾക്ക് ജോലി തരും. നിങ്ങൾക്കൊരു വീട് തരാൻ മനുഷ്യർക്ക് അസാധ്യമാണ്, നിങ്ങളുടെ കയ്യിൽ പൈസയുമില്ല, എന്നാൽ ദൈവത്തിന് സാധ്യം. നിങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന രോഗത്തിനെ സൗഖ്യമാക്കാൻ ഡോക്ടർമാർക്ക് കഴിയത്തില്ല, അത് ദൈവത്തിന് സാധ്യം. ഇത്തരം ഭൗമികമായ കാര്യങ്ങളെ മാത്രം പറഞ്ഞിട്ട് ഈ വാക്യത്തെ മുൻപോട്ട് വെച്ചിട്ട് ജനത്തെ താൽക്കാലിക ഒരു അനുഭൂതിയിലേക്ക് നയിക്കുന്ന ധാരാളം പ്രഭാഷണങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ഞാനും ഏകദേശം 30 വർഷത്തിനടുത്തായി കർത്താവിന്റെ വേല ചെയ്യും. തിരിച്ചറിവുള്ളപ്പോൾ മുതൽ ആത്മീയ സമൂഹത്തിലായതുകൊണ്ട്, പ്രത്യേകിച്ച് പെന്തിക്കോസ് അനുഭവത്തിലായതുകൊണ്ട്, അന്ന് മുതലേ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയ തുറന്നാലും ധാരാളം പ്രസംഗങ്ങൾ ഒരേ സമയം നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് തട്ടിവിടുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരുടെയും പ്രസംഗം സോഷ്യൽ മീഡിയയ്ക്കകത്ത് വരികയാണ്, പ്രധാനപ്പെട്ട പ്രസംഗകരുടെ എല്ലാം. അത്തരത്തിൽ ധാരാളം പ്രസംഗം കേൾക്കുന്നതുകൊണ്ട്, ഞാനും നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട്, ധാരാളം പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വേദവാക്യം കൂടിയാണ്. ഞാൻ ഒന്നും കൂടി ഇത് വായിപ്പിക്കാൻ. മത്തായി സുവിശേഷം 10ന്റെ 26-27. മത്തായി സുവിശേഷം അത് തന്നെ, മത്തായി സുവിശേഷം 19:26. അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. മതി. ഇനി ഇതൊന്ന് പൂർണ്ണമാകണമെങ്കിൽ, അതാണ് ഞാൻ അടുത്ത വാക്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയത്. മർക്കോസ് സുവിശേഷത്തിലേക്ക് പോകാം. 10-ാം അധ്യായം 26-27 കൂടെ വായിക്കാം. മർക്കോസ് 10:26-27. അവർ ഏറ്റവും വിസ്മയിച്ചു, എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന്. അവർ ഏറ്റവും വിസ്മയിച്ചു, എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ പറഞ്ഞു. അടുത്തത്, യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും. മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. വളരെ ശാന്തമായി നിന്ന് ഈ വചനം ദേശത്തോട് സംസാരിക്കാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. യേശുക്രിസ്തു തന്റെ ഐഹിക ശുശ്രൂഷയുടെ കാലത്ത് നിരവധി ശുശ്രൂഷകൾ പല വിധത്തിൽ 3.5 കൊല്ലം തന്നിൽ കൂടെ പിതാവായ ദൈവം ചെയ്തെടുത്തു. അതിലൊന്നാമത്തത് നമുക്കറിയാം, അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് തന്റെ ഐഹിക ശുശ്രൂഷയ്ക്ക് തുടക്കമിട്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും. കേൾക്കുന്ന ഒരു ലാഘവത്തിരിക്കരുത്, ഉള്ളം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒന്നാമതായി ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചൊരു ഭാരം പെന്തിക്കോസുകാരുടെ ഉള്ളത്തിൽ വരണം, എന്നാലേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. അതെല്ലാം നമ്മളിന്ന് പടിയിറങ്ങിയിരിക്കുക. നമുക്കറിയാം, ഇരിപ്പ് കാണുമ്പോഴേ ഞാൻ പോലും പോകത്തുള്ളില്ല എന്നുള്ള മട്ടിലാണ് പലരും ഇരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഇമ്പോർട്ടൻ്റ് നിത്യരക്ഷയാണ്. ശരിക്കും രക്ഷയുടെ വലിപ്പം മനസ്സിലാക്കിയവർ
അവരുടെ ചുണ്ട് പണ്ടേ ഞാൻ കൊച്ചിലെ മുതലേ ഈ പെന്തിക്കോസിൻ്റെ അകത്ത് യോഗങ്ങൾ കേട്ട് വളർന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കാനില്ല. ഞാൻ 19 വയസ്സിൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പം ജനങ്ങളെ വർഷങ്ങളുടെ ഘട്ടത്തിൽ കണ്ടതുകൊണ്ട് ആദ്യ സമയങ്ങളിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ പന്തലിരിക്കുന്നവരൊക്കെ പ്രായമുള്ളായിരുന്നു, ബോധമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ പാസ്റ്റർമാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ ഈശോത്തെ. ഉള്ളിൽ ഭാരം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കങ്ങനെ ആത്മഭാരമൊന്നുമില്ല. അത് ചുരുങ്ങിയ ചിലരിലേക്ക് അവശേഷിച്ചിരിക്കുകയാണ്. ഇന്ന് പല കൺവെൻഷൻ നടക്കുന്ന പോലും ആത്മഭാരം ഉണ്ടായിട്ടല്ല. ഈ കൺവെൻഷനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ലോകമെമ്പാടും അല്ലെ കേരളം മൊത്തം കൺവെൻഷൻ നടക്കില്ലേ. ആത്മഭാരം ഉണ്ടായിട്ടല്ല. എല്ലാ വർഷവും ഒരു കൺവെൻഷൻ നടത്തണം. അത്തരത്തിൽ എല്ലാ വർഷവും ഉത്സവം നടത്തുന്നു, വർഷവും പെരുന്നാൾ നടത്തുന്നു, നമ്മൾ കൺവെൻഷൻ നടത്തും. അതെല്ലാവരും വന്ന് കാണുന്നു, കേൾക്കുന്നു, കൂടുന്നു, അതിനെക്കുറിച്ച് ഭയങ്കര അവതരണങ്ങൾ. അങ്ങനെ ആകരുത് നമ്മുടെ യോഗം. ഹൃദയം ഒന്ന് പെടഞ്ഞ് പ്രാർത്ഥിക്കണം. സമശിഷ്ടങ്ങൾ നിത്യ ന്യായവിധിയിൽ നിന്നും നിത്യരക്ഷയിലേക്ക് വരാൻ ഹൃദയനൊമ്പരത്തോടെ ഇവിടെ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രസംഗത്തിന് ആരും മാർക്കിടാനിരിക്കണ്ട. കൊള്ളാമെന്ന് പറഞ്ഞാലേ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലേ എനിക്ക് ഏറ്റവും സന്തോഷം. കൊള്ളാമെന്ന് പറയുമ്പോൾ ഞാൻ അകത്ത് ശാസിക്കും, ഒത്തില്ലെന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. സ്തോത്രം. കാരണം എൻ്റേതല്ല, പരിശുദ്ധാത്മാവാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞാനായിട്ട് ഇവിടെ നിന്നൊന്നും പറയത്തില്ല. അങ്ങനെ അവരവരുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനും ഒക്കെ കഴിവുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെയാ ദൈവം വിളിച്ചിരുന്നെങ്കിൽ മരിച്ചുപോയ സുകുമാര അഴീക്കോടിനെ പോലുള്ള ആളുകളെയൊക്കെ പ്രസംഗിക്കാൻ ദൈവം സ്റ്റേജിൽ കൊണ്ടുവന്നേനും. ഇവിടെ പാടുന്ന സഹോദരങ്ങൾ കഴിവുള്ളവരെയാണ്. ഏറ്റവും അത്യുച്ചകോടിയിൽ നിൽക്കുന്ന പാട്ടുകാരെയൊക്കെ ദൈവത്തിന് വേണ്ടെങ്കിൽ യേശുദാസിനെ രക്ഷിക്കപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് പാടിക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷേ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം പോഷത്വമായതിനെ തിരഞ്ഞെടുത്ത പ്രസംഗിക്കാനാണെങ്കിലും പാടാനാണെങ്കിലും യോഗം നടത്താനാണെങ്കിലും ദൈവം അഭിഷേകത്താൽ അവൻ ചിലരെ തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മുടെയൊക്കെ ഹൃദയം ഒരുപോലെ ആഗ്രഹിക്കണം, കർത്താവേ ഒരാളെങ്കിലും മാനസാന്തരപ്പെടണം. അതിൽ ബൈബിൾ ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ടോപ്പായി തോന്നിയ ആത്മഭാരം യാതനാ സ്ഥലത്ത് പോയ ധനവാന്റെയാണ്. ധനവാന്റെ അദ്ദേഹം യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് 2 കാര്യമാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, എനിക്ക് ലാസറിന്റെ വിരൽ മുക്കി അല്പം വെള്ളം തരണം, കുടിക്കാൻ ദാഹിക്കുന്നു. അത് അബ്രഹാം പിതാവിനോട് ചോദിച്ചപ്പോൾ നിഷേധിച്ചു, പറ്റില്ല. നമുക്ക് നിനക്കും ഞങ്ങൾക്കും ഇടയിൽ ഒരു പിളർപ്പുണ്ട്, ഇവിടെ നിന്നാർക്കും അങ്ങോട്ടും അവിടെ നിന്നാർക്കും ഇങ്ങോട്ടും വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അത് നിഷേധിക്കപ്പെടുമ്പോൾ വെള്ളം കിട്ടത്തില്ലെന്ന് ഉറപ്പാക്കിയ ധനവാൻ യാതനാ സ്ഥലത്ത് കിടന്ന് രണ്ടാമത് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കൊണ്ടേറ്റെടുത്ത നല്ലതാണ്. ഭൂമിയിൽ എൻ്റെ സഹോദരങ്ങൾ ചിലരുണ്ട്, അവർക്ക് ഈ ഗതി വന്ന് ഇങ്ങോട്ട് വരാതിരിക്കാൻ ഇവനെ അങ്ങോട്ട് വിട്ട് സുവിശേഷം പറയണം. നരകത്തിൽ കിടക്കുന്ന യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാൻ ആത്മഭാരമുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് പലർക്കും എന്തില്ല? ആത്മഭാരമില്ല. ഈ യോഗം നാളെയും കൂടെ ഉണ്ട്. ഇന്ന് ഈ പന്തലിരുന്ന് പ്രാരംഭ നിമിഷം തന്നെ ഉള്ളം കൊണ്ട് വേദനയോടെ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, ഈ ദേശത്തോട് സംസാരിക്കണമേ, പാപികൾ മാനസാന്തരപ്പെടണമേ, അത്ഭുത ദൈവപ്രവർത്തികൾ ദൈവരാജ്യം പ്രസംഗിച്ചെടുത്ത് അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്നത് ഈ ദേശത്ത് ഈ പന്തലിൽ നടക്കണമേ, ഈ 4 ദിക്കിലും നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കുക. ഈ യോഗത്തിനൊരു ഫൈറ്റ് ചെയ്യുന്ന അന്യാരാധനകൾ മുക്കിലും മൂലയിലും പടന്നു വെച്ചിരിക്കുന്ന പള്ളിയാകട്ടെ ക്ഷേത്രത്തിലാകട്ടെ അവയുടെ വകയായി മുക്കിലും മൂലയിലും പടന്നു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളിൽ നിന്ന് പിൻപിൽ നിന്ന് പോരാടുന്ന പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെ ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അതുകൊണ്ട് ഫൈറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയോടായിരിക്കാം. വളരെ ശ്രദ്ധിക്കാം. അപ്പൊ യേശു അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ തന്നെ മഹത്വമുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നു. അതിനൊരു കാരണം ശുശ്രൂഷ വെളിപ്പെടാൻ ആ കല്യാണ വീടാണ്. ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്. തനിക്ക് ഉദരം പരിശുദ്ധാത്മാവിനാൽ ഉരുവാകാൻ കൊടുത്ത മറിയാമ്മച്ചിയുടെ ചാർച്ചക്കാരുടെ വീട്ടിലാണ് കല്യാണം നടന്നത്. ആ കല്യാണത്തിൽ യേശു പോയത് ഞാൻ വിചാരിക്കുന്നു കല്യാണം കൂടാൻ പോയതല്ല, മറിച്ച് യേശു പിന്നെ ഒരു വീട്ടിലും കല്യാണം കൂടാൻ പോയതായിട്ട് കാണുന്നുമില്ല. യേശു അവിടെ കല്യാണം കൂടാനായി പോയതല്ല, മറിച്ച് അവിടെ ഒരു പ്രവൃത്തി ഉണ്ടെന്നുള്ള മുൻ പദ്ധതി മറ്റാരെക്കാളും നന്നായി അറിയാവുന്ന ദൈവമായ കർത്താവ് ആ വീട്ടിലേക്ക് പോകേണ്ട വരികയാണ്.
അല്ലാതെ കല്യാണത്തിന് പോയ വഴി അങ്ങനെ ഒരു വീണ് കിട്ടിയ അവസരത്തിൽ ഒരത്ഭുതം നടന്നു. ഒരിക്കലും ഇനി നമ്മൾ പോലും ഒരു കല്യാണത്തിന് പോയാൽ നമ്മൾ കല്യാണത്തിന് പോകുമായിരിക്കും, പക്ഷേ ദൈവപ്രവൃത്തി ചിലപ്പോൾ നടക്കും. ഞാൻ ആലപ്പുഴയിൽ എൻ്റെ ഫാദറിൻ്റെ മൂത്ത പെങ്ങളുടെ മോടെ കല്യാണത്തിന്, എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് ഒരു 10-22 വയസ്സുള്ളപ്പോൾ, അന്ന് ഞാൻ പാസ്റ്ററാണ്, പോയി കല്യാണം കൂടാനാ പോയി. അവിടെ ചെന്നപ്പം അന്നൊക്കെ ഒന്നിച്ചു കൂടിയൊക്കെ കല്യാണം വീട്ടിലിങ്ങനെ സദ്യയും ആഹാരവും ഒക്കെ ഒന്നിച്ചെടുക്കത്തോടെ ഞാനവിടെ ഇരിക്കുമ്പോൾ അനന്തൻ നായർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഞങ്ങളുടെ വീടുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു, അദ്ദേഹം എന്നെ കണ്ട സന്തോഷത്തിൽ തോളിൽ കൈയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പുള്ളി എന്ന് ശബരിമലയ്ക്ക് പോകും മാലയിട്ടിരിക്കുക. പുള്ളി എന്നോട് പറഞ്ഞു, മോനെ ജോബി, എൻ്റെ ചെവിക്കകത്ത് അനന്തേട്ടൻ എന്നാണ് ഞങ്ങൾ പുള്ളിയെ വിളിക്കുന്നത്, അനന്തേട്ടൻ്റെ ചെവിക്കകത്ത് ഒരു വലിയ മുഴ വന്നിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കും, ഭയങ്കര വേദനയാണ്, നീ ഒന്ന് പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയാൽ ഞാൻ ഇന്ന് മാലയൂരും പോകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് തന്നെ പരസ്യമായിട്ട് എഴുന്നേൽപ്പിച്ച് എൻ്റെ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എൻ്റെ വിരലിട്ട് പ്രാർത്ഥിച്ചു. അന്ന് അർദ്ധരാത്രി ആ ചെവിക്കകത്ത മുഴ പൊട്ടി പഴുപ്പ് പുറത്തുപോയി. അപ്പൊ കല്യാണം കൂടാൻ പോയപ്പോഴാണ് ഉണ്ടായത്. പക്ഷെ യേശു അവിടെ കല്യാണം കൂടാൻ വേണ്ടി ആഗ്രഹിച്ചു പോയതല്ല, കൃത്യമായി സ്വർഗത്തിലൊരു പദ്ധതി ഉണ്ടെന്ന് യേശുവിനറിയാം. നമുക്കറിയാതെ നമ്മൾ വലുത് പോയി ചെയ്യുന്നത്. യേശു ഒന്നും അറിയാതല്ല. ഇന്ന് രാത്രിയിലും ഈ ചോറ്റിയിൽ യേശു വന്നിരിക്കുന്നത് അറിയാതെ വന്നതല്ല. ചില പദ്ധതികൾ ഇവിടെയുണ്ട്. ചോറ്റിയുടെ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറുമായി അവൻ ചിലത് സംഭവിക്കാൻ, ചിലത് പ്രവർത്തിക്കാൻ കരുത്തോടെ യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. അവൻ തന്റെ കരം നീട്ടും, അവൻ തന്റെ പ്രവൃത്തി ചെയ്യും, അവൻ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്, അവൻ അവനെ വിടിവിക്കാൻ പോകുകയാണ്. അവന് മാത്രമേ അത് കഴിയുകയുള്ളൂ. അവൻ മാത്രമാണ് ദൈവം, അവൻ മാത്രമാണ് വിടിവിക്കുന്നവൻ, അവൻ മാത്രമാണ് രക്ഷിക്കുന്നവൻ. വേദപുസ്തകത്തിൽ ഒരു വാക്യം കൂടെ ചേർക്കുന്നു, വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കല്യാണത്തിന് പോയി യേശു. ആ കല്യാണ വീട്ടിൽ വീഞ്ഞ് പോരായത് വരികയും യേശുവിന്റെ അമ്മ മറിയ ഭൂമിയിൽ യേശുവിനെ ഉദരം ജനിക്കാൻ കടം കൊടുത്ത കൃപ പ്രാപിച്ച സഹോദരി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മനി, ഈ കാര്യത്തിൽ നീ ഇടപെടണം. ഈ വീട്ടിൽ വീഞ്ഞ് പോരാതെ വരികയാണ്. യേശു ഉടനെ എടുത്തു ചാടി പറഞ്ഞില്ല, അമ്മേ, ബഹുമാനപ്പെട്ട അമ്മേ, ഞാൻ ഈ കാര്യത്തിൽ ഇടപെടാനില്ല ഇവിടെ വന്നത്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് യേശു പറഞ്ഞില്ല. പക്ഷെ ഇവിടെ യേശു പറയുന്നു, മനുഷ്യർക്ക് അസാധ്യം ദൈവത്താൽ സാധ്യം. പക്ഷെ ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു അങ്ങനെ ഒരു പദം പറയുന്നില്ല. അമ്മേ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഈ വീട്ടുകാർക്ക് അസാധ്യമാകും, ഈ കല്യാണത്തിന് വന്നവർക്ക് അസാധ്യമാണ്, പക്ഷെ എനിക്ക് സാധ്യമെന്ന് യേശു മിണ്ടിയില്ല. മറിച്ച് യേശുവിന്റെ ശബ്ദം വേറൊരു ടോണായി മാറിയിട്ട് മറിയാമ്മച്ചിയുടെ മുഖത്തോട്ട് നോക്കി യേശു ചോദിക്കുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. എന്താണ് യേശു അങ്ങനെ പറഞ്ഞത്? മനുഷ്യർക്ക് ഇത് അസാധ്യമാണെന്നോ ദൈവത്തിന് വെള്ളം വീഞ്ഞാക്കാൻ പറ്റുമെന്നോ മിണ്ടാതെ യേശു ആ വിഷയത്തോട് പ്രതികരിക്കുന്ന മറ്റൊരു രീതിയിലാണ്. യേശു പറയുകയാണ്, അവൻ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം എടുക്കണ്ട, ഗലീലയിലെ കല്യാണ വീട്ടിൽ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ യേശു യോഹന്നാന്റെ സുവിശേഷത്തിലെ അതേ 13-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുക, എന്റെ നാഴിക വന്നിരിക്കുന്നു. എന്താണ് യേശു പറഞ്ഞത്? 2-ൽ എന്റെ നാഴിക വന്നിട്ടില്ലെന്ന്, 13-ൽ എന്റെ നാഴിക വന്നെന്ന് പറഞ്ഞ മനുഷ്യർക്ക് അസാധ്യമായ ഒരു സംഗതി ലോകത്തുണ്ട്. മാനവരാശിയുടെ പാപപരിഹാരം ഒരു മനുഷ്യർക്ക് കഴിയാത്തത് സാധിപ്പിക്കാനുള്ള നാഴിക വന്നിട്ടില്ല. എന്റെ ദൗത്യം വെള്ളം വീഞ്ഞാക്കലല്ല, സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമെന്ന മനുഷ്യരാലുള്ള സാധ്യം സാധ്യമാക്കാനാണ് എന്റെ പിതാവ് എന്നെ അയച്ചത്. ആ നാഴികയ്ക്കായിട്ടാണ് ഞാൻ വന്നത്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഒരു വീട് പണിയണമെങ്കിൽ
ദൈവത്തോട് പ്രാർത്ഥിക്കാത്ത നിരീശ്വരവാദികളും വീട് പണിയുന്നുണ്ട്. ഞാനിവിടെയൊക്കെ വീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രാർത്ഥിക്കുന്നവന്റെ വീടിനേക്കാളും വലുതാണ് ദൈവമില്ലെന്ന് പറയുന്നവന്റെ വീട്. സ്വോത്രം. നിരീശ്വരവാദികളുടെ നേതാക്കന്മാരൊക്കെ ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചിട്ടിരിക്കുന്നു. അപ്പൊ നമ്മളിതൊക്കെ ചുമ്മാ നമ്മുടെ കർത്താവ് പറഞ്ഞത് പോലും മനസ്സിലാക്കാതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറഞ്ഞാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ, നിങ്ങൾ പറയാതെ തന്നെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നിട്ട് എടുത്ത് അതേ അധ്യായത്തിൽ പറയും, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അടുത്തത്, വല്ലാണ്ട് പ്രാർത്ഥിക്കിയാൽ യാചിക്കിയാൽ ഒന്നും കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷമാർ പറയത്തില്ലേ, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോണം, പോരാടി പ്രാർത്ഥിച്ചോണം, വീട് കിട്ടും, ജോലി കിട്ടും, പിടിച്ചോണം എന്ന് പറയും. കർത്താവ് പറയും, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവന് കിട്ടേണ്ടതും കൂടെ കിട്ടത്തില്ലെന്ന് കർത്താവ് പറയും. സ്തോത്രം. അപ്പൊ പ്രാർത്ഥിക്കരുതെന്നാണ് ഉപദേശി പറഞ്ഞത്? അല്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കർത്താവിനോടല്ല നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക. പിടിച്ചു വെക്കുകയൊന്നും വേണ്ട. കർത്താവേ, എനിക്കൊരു ഭൂമിയിൽ വീട് വേണം. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ എനിക്കൊരു വീട് തരാൻ നീ ശക്തനാണ്, തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്കങ്ങ് വിടുക. അടുത്ത, കർത്താവേ, എന്റെ കുഞ്ഞിനൊരു ജോലി വേണം, അത് തരാൻ നീ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. നീ തരുന്ന ദൈവമാണ്, നീ പ്രവർത്തിക്കുന്നതാണ്. സ്തോത്രം. അതങ്ങ് വീടേ. പക്ഷേ നീ പോരാടി പ്രാർത്ഥിക്കേണ്ടത് ആമേൻ ഭൗതികതയ്ക്ക് വേണ്ടിയല്ല. ബലാൽക്കാരേണ സ്വർഗരാജ്യം കൈവശമാക്കാൻ ഒരു പോരാട്ടം ആവശ്യമാണ്. അത് ഏതിനോടാണ്? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോടും എതിർത്തു നിന്നിട്ടില്ല. മുഴങ്കാലിൽ നിന്ന് പോരാടേണ്ടത് നിങ്ങളെ നിത്യതയിൽ നിന്ന് വലിച്ചെറിയുവാൻ, നിത്യ നരകത്തിലേക്ക് കളയുവാൻ വെമ്പൽ കൊണ്ട് പോരാടുന്ന ജഡത്തോട്, ലോകത്തോട്, സാത്താനോട്, ആമേൻ സ്വത്രം പാപത്തോട് നിങ്ങൾ പ്രാർത്ഥന റൂമിൽ പോരാടണം. ആമേൻ പ്രാർത്ഥനയിൽ ആത്മാവിൽ പോരാടുന്നവർക്ക് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് നിത്യജീവനെ പ്രാപിക്കാൻ കഴിയുള്ളൂ. അതിനായി വലിയൊരു പോരാട്ടം ആവശ്യമാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ തിരിച്ചു വരുന്നു. 2-ാം അധ്യായത്തിൽ നാഴിക വന്നിട്ടില്ലെന്നും 13-ാം അധ്യായത്തിൽ നാഴിക വന്നിരിക്കുന്നെന്നും പറഞ്ഞത് എന്താണ് ഈ നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞത്? ഞാൻ പച്ചവെള്ളം വീഞ്ഞാക്കാൻ വന്നതല്ല, എന്റെ ദൗത്യം അതല്ല, എന്റെ പരമപ്രധാന ലക്ഷ്യം അതല്ല. അതിന്റെ അർത്ഥം പച്ചവെള്ളം വീഞ്ഞാക്കത്തില്ലെന്നല്ല, ആക്കും. അത് ഇമ്പോർട്ടന്റ് അല്ല. അത് പറഞ്ഞുകൊണ്ട് യേശു ഒന്നും നടന്നിട്ടുമില്ല. ഞാനങ്ങ് ആ പച്ചവെള്ളം പ്രാർത്ഥിച്ചുമ്പോൾ വീഞ്ഞായെങ്കിൽ ഞാൻ അടുത്ത് പോകുന്ന സ്ഥലത്തെല്ലാം പറഞ്ഞു കൊടുക്കും. ഞാൻ ഗലീലയിലെ ഖാനാവിലെ കല്യാണം വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഉറപ്പിന് വേണ്ടി പറയുകയാണ്, ആമേൻ, പച്ചവെള്ളം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വീഞ്ഞായി. ഒരു ഗ്ലാസ്സിലെ വെള്ളം വീഞ്ഞാൽ മതി, നമ്മൾ പറഞ്ഞു നടക്കും. പക്ഷേ 6 കൽഭരണി നിറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടത് വീഞ്ഞായിട്ട് യേശു അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നിട്ട് പറഞ്ഞില്ല, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പേ ഗലീലയിലെ ഖാനാവിൽ. യേശു അങ്ങനെ പറഞ്ഞില്ല. യേശു അതിന് സൈലന്റ്. കാരണം അത് തന്റെ പ്രധാന ദൗത്യമല്ല. വന്ന വഴിക്ക് അവൻ ഒരു പദ്ധതി നിറവേറ്റി ദൈവരാജ്യത്തിന്റെ ആഴം വെളിപ്പെടുത്താൻ, തന്റെ ദൈവത്വത്തിന്റെ പദ്ധതികളെ തിരിച്ചറിയിക്കാനും കൂടെ ഒന്ന്. അത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അത് വിശ്വസിച്ചവരും എല്ലാവരും സഭയുടെ ഭാഗമൊന്നും ആയതായിട്ട് കാണുന്നില്ല. നമ്മൾ പുസ്തകം ശരിക്കും വായിച്ചു പഠിക്കാത്തതുകൊണ്ട് ഒത്തിരി കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത്ഭുതം അടയാളവും കണ്ടതിൻ്റെ അകത്ത് വന്നവരൊന്നും സഭയുടെ ഭാഗമായിട്ടില്ല. എന്നെ ഞെട്ടിപ്പിച്ചൊരു ഭാഗമുണ്ട് പാസ്റ്റർമാരെ. 500-ൽ പരം പേർക്ക് പ്രത്യക്ഷനായി യേശു. ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ പലർക്കും പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നതിന് ശേഷം 500-ൽ പരം പേർക്ക് യേശു പ്രത്യക്ഷനായി, 500-ലധികം പേർക്ക്. പക്ഷേ മാളിക മുറിയിൽ കയറാൻ വെറും 120 പേരെ ഉള്ളായിരുന്നു. ഉയർത്തെഴുന്നേൽപ്പ് കണ്ട 500 പേര് പോലും മാളിക മുറിക്കകത്ത് കയറിയില്ല. അങ്ങനെയെങ്കിൽ നിത്യതയും അങ്ങനെ തന്നെ, സഭയും അങ്ങനെ തന്നെ. വിളിക്കപ്പെട്ടവർ അനേകര്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ആ ചുരുക്കത്തിലേക്ക് ആളെ ചേർക്കാനാണ് ഈ കണ്ടക്ഷോഭം ചെയ്യുന്നത്. അതിലേക്ക് വരിക. 14-ൽ യേശു എന്താണ്? എന്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. 14-ൽ 13-ൽ എന്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു 14-ൽ 1-ൽ അവതരിപ്പിക്കുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു.
ഭവനമൊരുക്കിയ ശേഷം പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ. ആ പദ്ധതി പറഞ്ഞു വെച്ചതെന്താണ്? മാനവരാശിയുടെ ഹൃദയം കലക്കി പാപം ചെയ്യിച്ചത് പരിഹാരം വരുത്തുന്നതാണ് എന്റെ നാഴിക. അഥവാ ക്രൂശ് മരണമാണ് എന്നെ അയച്ചതിന്റെ പ്രധാന നാഴിക. ആ നാഴിക വന്നിരിക്കുന്നു. ആ നാഴികയ്ക്കായി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ക്രൂശിൽ മരിക്കുന്നു. അതവിടെ നിർത്തുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാനിനി തിരിച്ചു വന്നിട്ട് ഈ ഭാഗം സമയത്തിന്റെ പരിമിതിക്കകത്തുന്നുകൊണ്ട് അവൻ ഇപ്പം പറഞ്ഞു നിർത്തിയിടത്തേക്ക് അവസാനം വരാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത നടപടി, ഗലീലിലെ കാനാവിലെ കല്യാണ വീട് കഴിഞ്ഞാൽ തൊട്ട് താഴെ ദേവാലയത്തിൽ ചാട്ടവാറുകാർ കയറി അടിച്ച് ദേവാലയം വൃത്തിയാക്കുക, കള്ളക്കച്ചവടക്കാരെ പുറത്താക്കുന്നു. അതുപോട്ടെ, അത് കഴിഞ്ഞാൽ വീണ്ടും അത്ഭുതങ്ങളുടെ പരമ്പര. ഈ വിടുതലുകളും അത്ഭുതങ്ങളും യേശു ചെയ്യുന്നൊക്കെ വിവിധ രീതിയിലാണ്. ചില സ്ഥലത്തേക്ക് യേശു ചെല്ലുക, ചില സ്ഥലത്ത് നിന്ന് ആളുകൾ യേശുവിന്റെ അടുത്തേക്ക് വരികയാണ്. വിവിധ രീതിയിലാണ് സുവിശേഷത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ. അതിലൊന്ന് നമുക്കറിയാവുന്ന ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് വിവരിക്കാം. ലാസർ എന്ന് പറയുന്ന മനുഷ്യന് ദീനമായി കിടക്കുമ്പോൾ നമ്മുടെ ഭാഷയോട് ചേർത്ത് അവതരിപ്പിക്കാൻ ഞാനിതിങ്ങനെ പറയും. മാർത്താമച്ചിയും മറിയാമച്ചിയും കൂടെ ഒരു കത്തെഴുതി, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. കത്ത് മറ്റു കൈവശം വഴി കൊടുത്ത് യേശു ഇരിക്കുന്നിടത്തെത്തി. യേശു ആ ഗ്രാമത്തിന് വെളിയിലായിരുന്നു. ആ കത്ത് യേശുവിന്റെ കിട്ടിയപ്പോൾ വാർത്തയറിഞ്ഞ് യേശു അടുത്തത് 2 ദിവസവും കൂടെ യേശു താൻ ഇരുന്നെടുത്തിരുന്നു. പക്ഷേ 11-5 ഒരു വാക്യമുണ്ട്. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാലേ അസാധ്യങ്ങളുടെ സാധ്യത എന്നുള്ള വിഷയം തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. യോഹന്നാൻ 11:5. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ യേശു മാർത്തയെയും മറിയയെയും അവരുടെ സഹോദരൻ ലാസറിനെയും എന്ത് ചെയ്തു? സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ എന്നിട്ടും ലാസർ ദീനമായി കിടക്കുന്നെന്ന് യേശു കേട്ടാറേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ പാർത്തു. തൊട്ടുമോളി പറഞ്ഞ ഈ കുടുംബത്തെ സ്നേഹിക്കുന്നു, പക്ഷെ വാർത്ത അറിഞ്ഞിട്ട് പോകുന്നില്ല. നമ്മൾ വേണമെങ്കിൽ സ്നേഹം അംഗീകരിക്കണമെങ്കിൽ, ഞാനും ഇവിടെ അധ്യക്ഷനായിരുന്ന ജിനുപാസും സ്നേഹമാണെങ്കിൽ, ആ സ്നേഹം വാസ്തവമായി മനുഷ്യർ തമ്മിൽ അറിയണമെങ്കിൽ, അദ്ദേഹത്തിന് രോഗം വന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലെത്തു അറിഞ്ഞുടനെ അപ്പോഴേ നമ്മൾ പറയും, അയ്യോ ആ പാസ്റ്റർക്ക് എന്തൊരു സ്നേഹമായിരുന്നു, ഓടി വന്ന കണ്ടോ, എല്ലാ തിരക്കുകളും ഇട്ടിട്ട് ആ സ്നേഹിതന് വയ്യാതായപ്പോൾ ഓടി വന്നു. അതാണ് സ്നേഹം എന്ന് പറയുമ്പോൾ യോഹന്നാൻ 14 സ്നേഹത്തിന് മറ്റൊരു മുഖം കാണിക്കുകയാണ്. ലാസറിന്റെ കല്ലറക്കിൽ നിന്ന് യേശു കണ്ണുനീര് വാർക്കുമ്പോൾ നാട്ടുകാർ പറയുകയാണ്, കണ്ടോ ഇവനോട് അവൻ എത്ര അധികം സ്നേഹമുണ്ടായിരുന്നു. വാർത്ത അറിഞ്ഞിട്ട് ഓടി വരികയോ ദീനത്തിൽ കാണുകയോ ചെയ്തില്ല. കല്ലറയ്ക്കൽ അടക്കപ്പെട്ടെടുത്ത് കണ്ണുനീര് വാർത്തപ്പോൾ അവൻ എഴുതി പറയുകയാണ്, അവൻ കണ്ടോ എത്ര സ്നേഹമായിരുന്നു. നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? ദീനത്തിൽ സൗഖ്യം തരുമ്പോൾ ഓടി വരുന്ന സ്നേഹമല്ല, മറിച്ച് നിന്റെ വീട്ടിലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഓടിയെത്തുന്നതല്ല. യേശുവിന്റെ സ്നേഹമാണെന്ന് 5-ാം വാക്യത്തിൽ 11:5 യേശു പറഞ്ഞെങ്കിൽ കൃത്യമായ ആ സ്നേഹത്തിന്റെ ആഴം മനുഷ്യരുടെ സ്നേഹത്തെക്കാൾ വലുതാണ്. ഇനി മനുഷ്യന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? മനുഷ്യന്റെ സ്നേഹം കുഴിമാടം കൊണ്ട് അവസാനിക്കും. ഭർത്താവിന്റെ ഡെഡ് ബോഡിക്ക് മുമ്പിൽ വാഹനത്തിൽ അല്ലെങ്കിൽ ആംബുലൻസിൽ കല്ലറയിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ അടക്ക ശുശ്രൂഷയുടെ ഫിനിഷിംഗ് ടൈമിലേക്ക് വാഹനം സെമിത്തേരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നെഞ്ചത്തടിച്ച് കരയുന്ന ഭാര്യ വാഹനത്തിൽ ചെല്ലുന്നു, വാഹനത്തിൽ ഇറങ്ങുന്നു, കല്ലറയിലേക്ക് ആമേ ശവമെടുത്ത് അടക്കുന്നു.
കാര്യം ക്ലിയർ. ആമേൻ. ഇനി നിങ്ങളെല്ലാം ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. വണ്ടിയിലോട്ട് ഓടിങ്ങ് നോക്കാതെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആമേൻ. നമ്മൾ ഒന്നിച്ച് ദേശത്തോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. സ്തോത്രം. അപ്പൊ ഭയങ്കര ബഹളം, ശവം അടക്കുന്നു. ആമേൻ. കുഴി ആമേൻ അല്ലെങ്കിൽ കല്ലറ സെല്ല് വാതിലടയ്ക്കുന്നു. വാഹനത്തെ തിരിച്ചു കയറുന്നു. വണ്ടി തിരിച്ചു പുറപ്പെടുമ്പോൾ ചായയൊക്കെ അതിൻ്റെ അകത്ത് വിതരണം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ചായ കൊടുക്കുകയാണെങ്കിൽ, ഭാര്യയുടെ എടുത്തോട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചായ കൊണ്ടുവരുമ്പോൾ അവർ പെട്ടെന്ന് പറയും, വേണ്ട, എനിക്ക് വേണ്ട. 2-3 പ്രാവശ്യം മോളെ എന്ന് പറഞ്ഞ പ്രായമുള്ള ഒരു നീ ഇങ്ങനെ കുടിക്കാതെയും കഴിക്കാതെയും ഇത് എന്താ കാണും, അത് സാരമില്ല, നിന്നെ ഇനി ക്ഷീണാവസ്ഥയിലാകുമെന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് ചായ മേടിച്ച് കുടിക്കും. അത് തീരുമ്പോഴും ചോദിക്കും ശകലം കൂടെ തരാൻ പറയും. വേണ്ടെന്ന് പറഞ്ഞ ആള്, ഒരു ഗ്ലാസ് പോലും വേണ്ടെന്ന് പറഞ്ഞ ആള് 2 ഗ്ലാസ് കുടിക്കും. വേണമെങ്കിൽ ബണ്ണുണ്ട് ശകലം കൂടെ തിന്നും. ചിലപ്പോൾ കൂടുതൽ വണ്ണം അന്നേരമായിരിക്കുന്നത്, കാരണം 2 ദിവസമായിട്ട് കഴിക്കാതിരിക്കല്ലേ. ഇച്ചിരി കഴിയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വണ്ടിയിൽ കോമഡി പറയുകയാണെങ്കിൽ ഈ പൊട്ടിക്കരഞ്ഞ ഭാര്യ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. മനുഷ്യന്റെ സ്നേഹമെല്ലാം കുഴിമാടം കൊണ്ട് അവസാനിക്കും. പക്ഷേ മാർത്തയും മറിയയും ലാസറുവിനെയും യേശു സ്നേഹിച്ചെന്നെഴുതിയെങ്കിൽ കുഴിമാടത്തിൽ കരഞ്ഞു തിരികെ പോകുകയല്ല, മരണത്തിൽ നിന്ന് ഒരുവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന അവന് സ്നേഹമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവിന്റെ സ്നേഹമാണ്. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ വാക്യത്തിന്റെ പ്രഥമ ഭാഗത്തേക്ക് വരികയാണ്. ആമേൻ. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ മനുഷ്യന് കൈവെക്കാൻ പറ്റാത്തൊരു മേഖലയുണ്ടെങ്കിൽ മരണാനന്തര ജീവിതമാണ്. ഡോക്ടർമാര് മാക്സിമം പിടിക്കുന്നത് ഒരു നെഞ്ചിടിപ്പുണ്ടെങ്കിൽ ആവോളം പിടിച്ചു നോക്കും. എന്നിട്ട് പിടിവിടുമ്പോൾ നെഞ്ചിടിപ്പുള്ളപ്പോ തന്നെ പറയും പ്രതീക്ഷയ്ക്ക് വകയില്ല, അവൻ ICUവിലേക്ക് മാറ്റിയിടാം. പിന്നെ അവരും ജീവൻ പോകാൻ വേണ്ടി ഒരു ടൈം, ഈ ഡെഡ് ബോഡി തിരിച്ചു വിടാൻ ഹോസ്പിറ്റൽ ടൈം കാത്തിരിക്കുകയാണ്. അവര് നമ്മളോട് പറയും പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധ്യമുള്ളെന്ന് പറയുമ്പോൾ അവൻ സ്വത്രം ആശുപത്രിയിൽ നിന്നല്ല, അവൻ ശവക്കുഴിക്കകത്തിന്ന് 4-ാം നാൾ നാറ്റം വെച്ചെന്ന് പറഞ്ഞതിന് തിരിച്ചു പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു സത്യമുണ്ടെങ്കിൽ, ഒരു നിത്യ സത്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷമാണ്. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷം ഞങ്ങൾ ഇവിടെ വാനോളം ഉയർത്തുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ മരണമെന്ന വിഷയത്തിലേക്ക് വന്നു. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, അവിടേക്ക് വന്നാലേ എനിക്ക് ഈ കാര്യങ്ങൾ ശരിക്കും അവതരിപ്പിക്കാൻ പറ്റും. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് ഞാൻ ഒത്തിരി ഭാഗം വിട്ടുകളയാണ്. 10:17 മുതൽ വായിക്കാം. മർക്കോസ് 10:17 മുതൽ. അവർ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന്. യേശുവും ശിഷ്യന്മാരും പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു യൗവന രക്തം തുടിക്കുന്ന ഒരു യൗവനക്കാരൻ, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു ജന്മി ധനാഠ്യൻ, ഓടി യേശുവിന്റെ മുൻപിൽ വന്നിട്ട് മുട്ടുകുത്തി. എനിക്കിത് ധ്യാനിച്ചപ്പോൾ മനസ്സിലായത്, ഒരുമാതിരിപ്പെട്ട ആരുടെ മുമ്പിൽ മുട്ടുമടക്കാത്തവൻ യേശുവിന്റെ മുമ്പിൽ പരസ്യമായി മുട്ടുമടക്കി. ദൂതൻ ചോറ്റി ഒരുമാതിരിപ്പെട്ട ആരുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത, ദുരാഭിമാനവും പണത്തിന്റെ ദാഷ്ട്യവും പിടിപാടുകളുടെ ബന്ധത്തിന്റെ പൊങ്ങച്ചുമൊക്കെ ഇട്ട് നീ പിടിമുറുക്കി നിൽക്കുമ്പോൾ അകം കൊണ്ട് ജീവിതം തകർന്ന്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ, പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാൻ കഴിയാതെ, ദുരഭിമാനം കൊണ്ട് തകർച്ച പുറത്തു പറയാതെ എന്തു ചെയ്യുന്നോർത്ത് വിങ്ങി പൊട്ടുന്ന സ്നേഹിത, നിനക്ക് പരസ്യമായി സകല ദുരാഭിമാനവും താത്തുവെച്ച് മുട്ടുകുത്താൻ കഴിയുന്ന ഒരേ ഒരാളുണ്ട്. അവന്റെ പേരാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നസറേനായ യേശു ക്രിസ്തു. അങ്ങനെ ഒരാൾ ചോറ്റിയിലുണ്ടെങ്കിൽ അവൻ ലോകത്തിൽ ഒരു സാധ്യത കാണാത്ത മനുഷ്യനാണ്. അവൻ പണക്കാരനായിരിക്കും, അവന് കൊട്ടേഷ സംഘം കൂടെ കാണും, അവൻ ആരോഗ്യവും രാഷ്ട്രീയ പാർട്ടിയുടെ പിടിപാടും ഉണ്ടാകും, ധനം അവന്റെ ബാങ്കിൽ കുമിഞ്ഞുകൂടിയിട്ടുണ്ടായിരിക്കാം,
ചോറ്റിയിലും മുണ്ടക്കയത്തും പരിസര പ്രദേശത്തും ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് തോട്ടമോ പറമ്പോ ഒക്കെ ഉണ്ടാകാം. എങ്കിലും അകത്ത് ആരുടെ മുമ്പിൽ മുട്ടുമടക്കാറ് നിൽക്കുന്ന മനുഷ്യനെ അകത്ത് നിന്റെ തോൽവിയിൽ തകർന്നിരിക്കുന്നിടത്ത് എവിടെ പരിഹരിക്കും? എന്റെ ധനത്തിനോ ഞാൻ വാങ്ങിച്ച നിലത്തിനോ എന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾക്കോ പിടിപാടുകൾക്കോ വിദ്യാഭ്യാസത്തിനോ ഒന്നും തരാൻ കഴിയാത്തത് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് അത് തരാൻ കഴിയുന്ന ഒരാളുണ്ട്. അവന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ഇന്ന് രാത്രി തയ്യാറായാൽ അവന്റെ പേരാണ് നസറേയനായ യേശു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. പലർക്കും പല കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയത്തില്ല. പലരും ജനിക്കുന്നത് ഇഷ്ടവ പാരമ്പര്യങ്ങളൊക്കെ ആണെങ്കിലും ക്രിസ്ത്യാനി അല്ലെന്നുള്ളതാണ് സത്യം. കാര്യം പല കാര്യങ്ങളും അറിയത്തില്ല. പറയാം, എൻ്റെ പിതാവിൻ്റെ പിതാവ് ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത ആളാണ്, പള്ളിയിലച്ഛനാണ്. എൻ്റെ പിതാവിൻ്റെ പിതാവ്, എൻ്റെ പിതാവ് ഒരു പുരോഹിതന്റെ മകനായി ജനിച്ചിട്ടും ബൈബിൾ വായിക്കുന്ന 27 28 വയസ്സിലാണ്. ഒരു പാട്ടിന്റെ അർത്ഥം തിരിച്ചറിയാൻ മേലാഞ്ഞ കാലം. എൻ്റെ പിതാവിന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ, കോട്ടയത്താണല്ലോ, കുമരകത്ത് എൻ്റെ വീട്. അത് പാട്ടിന്റെ കാര്യങ്ങൾ പോലും അറിയാൻ വയ്യാതെ വിവാഹം കഴിഞ്ഞിട്ട് അന്ന് CSIയിൽ നിൽക്കുന്ന സമയം കല്യാണം കഴിഞ്ഞ 4ാം കല്യാണം എന്ന് പറയുന്ന ജാതികളുടെ ആചാരം ഉണ്ടല്ലോ. അപ്പം ബെന്തിക്കോസിലില്ല, ഉള്ളവർ മാനസാന്തരപ്പെട്ടു. 4ാം കല്യാണം. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് എൻ്റെ ഫാദറിൻ്റെ അമ്മാച്ചൻ വന്നു. തിരിച്ച് എൻ്റെ ഫാദറിനെയൊക്കെ കൂട്ടിക്കൊണ്ട് 4ാം കല്യാണത്തിന് പോകാൻ വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഒരു പാട്ട് പാടി. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൽ കരുള, അത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ. എൻ്റെ പിതാവിനെ ദേഷ്യം വന്നു. പ്രാർത്ഥിച്ചു. പോകാൻ വേണ്ടി ഇറങ്ങിയപ്പം അമ്മാച്ചനോട് പറഞ്ഞു, എൻ്റെ ഭാര്യ വീട്ടിൽ നമ്മൾ പുഴുവാന്നും കൃമിയാന്നും പാടേണ്ട കാര്യം ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ. അത്രയും ബോധമുള്ള പള്ളിയിലച്ഛൻ്റെ മോനാ, പള്ളിയിലച്ഛനാ, പള്ളിയിൽ പോകുന്നവരാന്ന് പറഞ്ഞുകൊണ്ടൊന്നും ക്രിസ്ത്യാനിയാകില്ല. ചിലർ ഇവിടെ ചങ്ക് വിരിച്ച് നെഞ്ചത്ത് കൈവച്ചു ഞങ്ങളാ സത്യക്രിസ്ത്യാനി. ചുമ്മാതാ. ഈ സത്യക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാന്ന് ആദ്യം പഠിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ സത്യക്രിസ്ത്യാനി എന്ന് പറയാൻ കഴിയുന്ന ഒറ്റ കൂട്ടർക്കേ ഉള്ളൂ. അവരുടെ യോഗ്യത അവരാരാധിക്കുന്നത് യേശുവിനോട് മാത്രമായിരിക്കും. അവർ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോടായിരിക്കും. അവർ പ്രസംഗിക്കുന്നത് യേശുവിനെ കുറിച്ചായിരിക്കും. അവർ മധ്യസ്ഥത അണയ്ക്കുന്നത് യേശുവിനോട് മാത്രമായിരിക്കും. സ്ത്രീകളെ, ക്രിസ്ത്യാനി എന്ന പദത്തിന്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവെന്ന്. തമ്പുരാന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പറയുന്നവൻ ക്രിസ്ത്യാനിയല്ല. ഗീവർഗീസകരായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പറയുന്നവൻ ക്രിസ്ത്യാനിയല്ല. ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുകയും ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തുവിനെ ഉയർത്തുകയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാ ക്രിസ്ത്യാനി. അല്ലാതെ കണ്ടകടച്ചാനിയെല്ലാം ചത്തു കഴിഞ്ഞ് വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ട് അവരെ മധ്യസ്ഥത നിർത്തുന്നവന്റെ പേര് ക്രിസ്ത്യാനി എന്നല്ല. നിന്നെ ചിലപ്പോ ക്രിസ്ത്യാനി എന്ന് പിണറായി വിജയൻ സാർ അംഗീകരിക്കും, നരേന്ദ്രമോദി അംഗീകരിക്കും. സ്വർഗത്തിലിരിക്കുന്ന ദൈവം ആരെയാണ് ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കുന്നത്? യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്തൻകുട്ടിയുണ്ടെങ്കിൽ, യേശുവിനെ ആരാധിക്കുന്ന ഒരു ക്രിസ്തൻകുട്ടിയുണ്ടെങ്കിൽ, യേശുവിന്റെ ചോരയാൽ എനിക്ക് പാപമോചനമുണ്ടെന്ന് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവന് വേണ്ടി ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച് നീതീകരണം പ്രാപിച്ച ക്രിസ്തൻകുട്ടിയാണോ ക്രിസ്ത്യാനി? അല്ലാതെ മറിയാമയ്ക്കും മത്തായിക്കും ജനിച്ച് തോമാച്ചെന്ന് പേരിട്ട് പാരമ്പര്യത്തിൽ കണ്ടകടച്ചാണിയെ മുഴുവൻ മധ്യസ്ഥത നിർത്തി പെരുന്നാൾ നടത്തി അവന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവനും തോളിൽ ചുമക്കുന്നവൻ അല്ലടോ ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ മാത്രം അനുഗമിക്കുന്നവന് വരാ ക്രിസ്ത്യാനി. അങ്ങനെ ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ഞങ്ങളാന്ന് ഉറക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ലടും. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു.
ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാനാ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇലയ്ക്കും മുള്ളിനും കീഴില്ലാതെ ആരെ കേൾപ്പിക്കാൻ ഇതൊക്കെ പറഞ്ഞു. സ്വതന്ത്രം കരങ്ങൾ ഉയർത്തി കല്ലേരിക്കുക പറയാം. ഒരു കാര്യം പറയാം, ക്രിസ്ത്യാനി എന്ന പേരെങ്ങനെ ഉണ്ടായെന്നറിയോ? കളിയാക്കി വിളിച്ചതാ. പക്ഷെ കളിയാക്കി വിളിച്ച പേര് അവരെ കൊണ്ട് ആദ്യം വിളിപ്പിച്ചെന്നേ ഉള്ളൂ. സ്വർഗം നേരത്തെ ഉയരത്തിൽ തീരുമാനിച്ചിരുന്ന ഈ പേര്. പക്ഷെ വിളിപ്പിച്ചത് കമ്മിറ്റി കൂടി തീരുമാനിച്ച് പേരിട്ടതല്ല. അന്ത്യോക്യയിൽ ശിഷ്യന്മാര്, യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവരെ അന്ത്യോക്യക്കാര് കളിയാക്കി വിളിച്ചതാ ക്രിസ്ത്യാനികൾ. തമ്പുരാന് വലിയ ഇഷ്ടമായി അല്ലേ? തമ്പുരാൻ പറഞ്ഞു, നല്ല പേരാ, ഞാൻ മുന്നമേ ഒരുക്കി വെച്ചിരുന്നതാ, അത് അവരെ കൊണ്ട് വിളിപ്പിച്ചെന്നേ ഉള്ളൂ. അത് ഞാനിട്ട പേരായതുകൊണ്ട് പത്രോസ് ലേഖനം എഴുതുമ്പം പറഞ്ഞു ആ പേരങ്ങ് എഴുതിക്കൂ. ഉടനെ പത്രോസിനെ കൊണ്ട് ആത്മാവിൽ എഴുതിച്ചു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുത്, അവന്റെ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടുത്തെ സത്യക്രിസ്ത്യാനിയാണെന്നും കപ്പലെ വന്നതാണെന്നും അവൻ ഞങ്ങളുടെ പള്ളിയാ വലിയ പള്ളിയെന്നും ഞങ്ങൾ ധനാട്യന്മാരാണെന്നൊക്കെ ചിന്തിക്കുന്നവർ ഓർത്തോണം. അവൻ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, അപ്പൊ ക്രിസ്ത്യാനിയായിട്ട് ആരും ജനിക്കുന്നില്ല. ജനിച്ച ശേഷം ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ച് അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനിയാകുന്നത്. അതിലേക്ക് വരണമെങ്കിൽ ജനനാനന്തരം ഒരു മനുഷ്യൻ പാപമോചനം പ്രാപിക്കണം. ആമേൻ. അതാണ് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. പ്രാർത്ഥനയോടിരിക്കാം. അവൻ ഇന്ന് രാത്രിയിൽ ചോറ്റിയോട് ഇത് പറഞ്ഞില്ലെങ്കിൽ അവൻ നമ്മളൊരു വേഷം കെട്ടിനിറങ്ങിയതല്ല, സത്യം യഥാർത്ഥമായി വിളിച്ചു പറയാൻ ഇറങ്ങിയതാണ്. അവൻ മുക്കിലും മൂലയിലും പള്ളിയിലാകട്ടെ മറ്റു മതങ്ങളുടെ വിഗ്രഹങ്ങളാകട്ടെ അവൻ പൂജിക്കുകയും അതിന്റെ മുമ്പിൽ നാണയത്തൊട്ടറിയുകയും അതിന്റെ പേരിൽ പരിപാടി നടത്തി മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സത്യം ഉയർത്തുകയാണ്. ഒരു തുള്ളി പൈസ മുടക്കാതെ, അരക്കാതെ നടക്കാതെ നിനക്ക് രക്ഷ തരുവാൻ, നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു പദ്ധതി സുവിശേഷമാണ്, യേശുവാണ്, യേശുവിന്റെ ക്രൂശാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്ക് നിന്നൊക്കെ എടുത്ത് പ്രസംഗിക്കും, കാരണം സമയം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു. ആമേൻ. അപ്പൊ ക്രിസ്ത്യാനി ആയിട്ട് കഷ്ടം സഹിക്കും. ക്രിസ്ത്യാനി ആകുന്നത് എങ്ങനെയാ? അതാ നമ്മളെ കൊണ്ട് നടക്കാത്തത്. ചെല്ലോടത്തിരിക്കുന്ന മത്തായിക്കും മറിയാക്കും ജനിച്ച് തോമാച്ചൻ എന്ന് പേരിട്ട് പള്ളിയിൽ കൊണ്ട് ശുദ്ധീകരണം നടത്തി അല്ലെങ്കിൽ മാമോദിസ വെള്ളം തളിച്ചാൽ ക്രിസ്ത്യാനിയെന്ന ഒരിക്കലും ബൈബിൾ പറയുന്നില്ല. അതൊരു ക്രിസ്ത്യാനികളല്ല. ക്രിസ്ത്യാനി ആരാന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ തിരിച്ചറിവ് യാത്രയിൽ പരിശുദ്ധാത്മ ഒരാൾക്ക് ആദ്യം കൊടുക്കുന്ന ബോധം, ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട ആദ്യത്തെ ബോധം ബൈബിൾ പറയുന്നു പാപബോധമാണ്. ഒന്നാമത്തെ ബോധം പാപബോധം, രണ്ടാമത് നീതിബോധം, മൂന്ന് ന്യായവിധി ബോധം. പരിശുദ്ധാത്മാവ് സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ ദൈവദാസന്മാര് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ വാചകം, ലുദിയായുടെ ഹൃദയം തുറക്കതുപോലെ തുറക്കണം ദൈവമേ. ലുദിയായുടെ ഹൃദയം തുറന്നത് ആരാണ്? പൗലോസ് സുവിശേഷം ഇതുപോലെ പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ 3 ബോധം ഉണ്ടാകണം. 1 പാപബോധം, 2 നീതിബോധം, 3 ന്യായവിധി ബോധം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം വായിച്ചു കേൾപ്പിക്കും. ഒരാൾക്ക് ഭൂമിയിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ബോധം, രണ്ടാമത്തെ ബോധം, മൂന്നാമത്തെ ബോധം ആമേ ഉണ്ടാക്കുന്നത് ആരാണെന്ന് വ്യക്തമായി യേശു ക്രിസ്തു പറയുന്നു. അത് മനുഷ്യർക്ക് അസാധ്യമാണ്. പരിശുദ്ധാത്മാവെന്ന ദൈവത്തിന് മാത്രമേ ആ ബോധം വരുത്താൻ കഴിയത്തുള്ളൂ. ചോറ്റിയിലെ കൺവെൻഷനിൽ പുറത്തു നിന്നും അകത്തു നിന്നും ശ്രദ്ധിക്കുന്നവർക്ക് അത് വരുത്താൻ മനുഷ്യർക്ക് അസാധ്യമായത് വരുത്താൻ കഴിയുന്ന 3 ബോധം വരുത്താൻ കഴിയുന്ന യേശു തന്റെ ആത്മാവിലൂടെ വന്നിട്ടുണ്ട്. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും, ഒന്ന് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും
നീതിയെക്കുറിച്ചും 2 നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും 3 ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിനെന്ന് പറയുമ്പോൾ മണ്ണിനും കല്ലിനും മരത്തിനുമല്ല, മനുഷ്യരെ പ്രയോഗിച്ചിരിക്കുന്ന മൊത്തത്തിലുള്ള പ്രയോഗമാണ്. ലോകത്തിന് ബോധം വരുത്തും. ഞങ്ങളിവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മനുഷ്യർക്ക് വരേണ്ട 3 ബോധം: 1 പാപബോധം, 2 നീതിബോധം, 3 ന്യായവിധി ബോധം. അത് വരുന്ന ഒരുത്തിന് മാത്രമേ നിത്യജീവനിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ പറ്റൂ. പാപബോധവും നീതിബോധവും ന്യായവിധി ബോധവും വരുത്താത്തിടത്തോളം കാലം പേരുകൊണ്ട് ക്രിസ്ത്യാനിയായവൻ ഒരിക്കലും ദൈവം അംഗീകരിക്കുന്ന ക്രിസ്ത്യാനിയല്ല. ഈ 3 ബോധം 3 കാര്യങ്ങളിൽ പ്രാപിക്കണം. അത് തരാൻ നിന്റെ അപ്പനപ്പൂപ്പന്മാരുടെ പാരമ്പര്യത്തിന്റെ പൗരോഹിത്യത്തിന് കഴിയില്ല. അത് തരാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് നിന്റെ ഹൃദയത്തെ ഒന്ന് നീ ഒരുക്കി നിന്റെ കാതുകളെ ഒന്ന് കൂർപ്പിച്ച് കേൾക്കാമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒന്നാമതുണ്ടാകുന്നത് പാപബോധമാണ്, രണ്ടാമതുണ്ടാകുന്ന നീതിബോധമാണ്, മൂന്നാമതുണ്ടാകുന്ന ന്യായവിധി ബോധമാണ്. ഇത് മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സാധ്യം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ ഈ 3 ബോധം വരുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അവൻ ഇവിടെ പ്രവർത്തിക്കും. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഹൃദയത്തിന്റെ അകത്തെ ഈ ബോധം വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുക. ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, നാളെ കർത്താവ് വരാൻ താമസിച്ചാൽ ഈ യോഗം നാളെ രാത്രി അവസാനിക്കുമ്പോൾ വെറുതെ അവസാനിക്കില്ല. ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവം വലിയ പദ്ധതികൾ ചെയ്യാൻ പോകുകയാണ്. 2 ദിവസം കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഈ ചോറ്റിയോട് ദൈവം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. പാപബോധം, നീതിബോധം, ന്യായവിധിബോധം ഇത് പ്രാപിക്കാതെ ഒരുത്തന് ഓടി വന്നു. തിരിച്ചു പോകാം. മുട്ടുകുത്തി ആരുടെ മുമ്പിൽ? യേശുവിന്റെ മുമ്പിൽ. ആരുടെ മുമ്പ് മുട്ടുകുത്തരുത്? യേശുവിന്റെ മുമ്പ് മാത്രം മുട്ടുകുത്തണം. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്. മനുഷ്യർക്ക് വേണ്ടി ജീവൻ കൊടുത്തത് യേശു മാത്രമാണ്. മനുഷ്യർക്ക് വേണ്ടി മരിച്ചത് യേശു മാത്രമാണ്. അവിടെ ഞാൻ വിടുന്നു. ഈ ഭാഗത്തേക്ക് തിരിച്ചു വരിക. ഒരു യൗവനക്കാരൻ ഓടി വരും. അവൻ ധനികനാണ്, ഒന്നിനും കുറവില്ല. ഇഷ്ടം പോലെ വസ്തു, ഇഷ്ടം പോലെ കാശ്, നല്ല തിളയ്ക്കുന്ന യൗവന രക്തം. ഈ യൗവന രക്തം അവനെല്ലാം ഉണ്ടെങ്കിലും അവന് മനസ്സിലായി, ഞാൻ ഭൂമിയിൽ നേടിയ ഒരു ഭൗതികത വളർച്ച കൊണ്ടും നിത്യജീവൻ നേടാൻ എനിക്ക് പറ്റില്ല. എൻ്റെ വസ്തു എഴുതി കൊടുത്താലും എനിക്ക് നിത്യജീവൻ കിട്ടില്ല. എൻ്റെ ബാങ്കിലെ കാശ് വിഡ്രോ ചെയ്ത് ഏതെങ്കിലും കുരിശും തൊട്ടിയിലോ മതത്തിന്റെ കണ്ണാരക്കുറ്റിലോ കൊണ്ടിട്ടാൽ നിത്യജീവൻ കിട്ടില്ല. അവൻ നിത്യജീവനെ കുറിച്ച് തിരയാൻ തുടങ്ങി. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും അവൻ പലയിടങ്ങളിൽ പുണ്യസ്ഥലങ്ങളിൽ അവൻ സഞ്ചരിച്ച് കാണാമായിരിക്കാം. അവന്റെ പണം കൊണ്ടും സാഹചര്യം കൊണ്ടും അവൻ പോയി അന്വേഷിച്ചെടുത്തൊന്നും അവന് നിത്യജീവൻ കിട്ടാതെ വന്നപ്പോൾ അവന് യേശുവിനെ കാണാനിടയായി. മറ്റെങ്ങുമില്ലാത്തൊരു ദ്രുതഗതി അവന്റെ അകത്തു വന്നു. അവനോട് യേശുവിന്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കിയിട്ട് അവൻ യേശുവിനോട് പറയാ, ഗുരു. ആ വാക്യം ഒന്നും കൂടെ വായിക്കണം. നല്ല ഗുരു. അവിടെ പറയാണ്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. ഞാൻ എന്തു ചെയ്യണം? അവന്റെ ചോദ്യം. നിന്റെ മുഴുവൻ വസ്തുവും വിട്ടാലും നിനക്ക് കിട്ടത്തില്ലെന്ന് ഉറപ്പായത് കൊണ്ടാണ് യേശു. സ്നേഹിത, നീ എന്തെല്ലാം ചെയ്താലും നിത്യജീവനെ അവകാശമാക്കാൻ നിന്റെ മാനുഷിക പദ്ധതിക്ക് ഒന്നിനാലും കഴിയില്ല. നീ ഏത് മല കയറിയാലും, നീ ഏത് പുണ്യസ്ഥലം സന്ദർശിച്ചാലും, നീ എവിടെ സാമ്പ്രാണി കത്തിച്ചാലും, നീ എവിടെ മെഴുകുതിരി കത്തിച്ചാലും, നീ എവിടെ നേർച്ച നേർന്നാലും, നീ എവിടെ ഉരുളി കമത്തിയാലും, നീ എവിടെ മുട്ട നീന്തിയാലും, നീ എന്തെല്ലാം ചെയ്താലും നിത്യജീവനെ തരാൻ മനുഷ്യർക്ക് അസാധ്യമാണ്. മനുഷ്യനിൽ കൂടെ പടുത്തിയെത്തിയ മതങ്ങൾക്കും കഴിയുകയില്ല. നീ ഉൾപ്പെട്ട് നിൽക്കുന്ന മതം ദൈവം ഉണ്ടാക്കിയതല്ല. പിന്നെ ആരാ ഉണ്ടാക്കിയത്? അത് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണോ പറയുന്നത്, ഇങ്ങനെയാണോ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ് ബഹളം വെക്കാൻ വരും. അപ്പൊ ഞങ്ങൾ പറയുന്നില്ല,
പറഞ്ഞവർ പറഞ്ഞ കാര്യം, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞ കാര്യം ഞങ്ങളങ്ങ് പറയാം. അപ്പം ഞങ്ങളെ വെറുതെ വിട്ടേക്കണം, അവരെ പിടിക്കണം. വയലാറിൻ്റെ മനോഹരമായ വരിയിൽ യേശുദാസ് പാടി, എഴുതിയത് വയലാറ്, പാടിയത് യേശുദാസ്. നിങ്ങളും എല്ലാം ഈ പാട്ട് പാടും. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. വർഷങ്ങൾക്കപ്പുറത്ത് പാടി കേരളക്കരയിലെ ജനത്തെ ഏറ്റുപാടിച്ച യേശുദാസെ 2-3 വർഷങ്ങൾക്ക് മുമ്പേ പരസ്യമായി നടന്ന ഓരോ വലിയ പ്രോഗ്രാമിൽ പുള്ളി കരഞ്ഞുകൊണ്ട് പറയാണ്, മതങ്ങളും ദൈവങ്ങളുമാണ് പ്രശ്നം, ദൈവം ഒന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ? യേശുദാസ് പറഞ്ഞ? യേശുദാസ് ഞാനും പറഞ്ഞല്ല, ദൈവം തന്നെ പറയുന്നു. അവനേകൻ തന്നെ. ആരാണ് ദൈവം? ആരാണ് മധ്യസ്ഥൻ? സകല മനുഷ്യർക്ക് വേണ്ടി തന്റെ ജീവന് മറുവിലയായി കൊടുത്ത് മനുഷ്യർക്ക് അസാധ്യമായ സാധ്യമാക്കിയ ഒരു ദൈവം, അവനാണ് നിത്യസത്യ ദൈവം. അവന്റെ പേരാണ് നസറേയനായ യേശു ക്രിസ്തു. മറ്റൊന്നും ദൈവമല്ല. ഇനി മറ്റൊന്നും ദൈവം അല്ലെന്ന് ഞങ്ങള് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതേ. ദൈവം അല്ലെന്ന് ബൈബിളും പറഞ്ഞിട്ടില്ല. ബൈബിൾ പറയുന്നത് അവയ്ക്ക് മുന്നിൽ പേരിട്ടിട്ടുണ്ട്. ഈ ലോകത്തിലെ ദൈവങ്ങൾ, അവർക്ക് അവരുടെ പഞ്ചായത്തെ അറിയത്തുള്ളൂ, ചോറ്റിയെ അറിയത്തുള്ളൂ, കൂടി വന്നാൽ 2-3 പഞ്ചായത്ത് അറിയാം, അതിലപ്പുറത്തോട്ട് പോയാൽ കേരളം അറിയാം, അതിലപ്പുറത്തോട്ട് പോയാൽ ഇന്ത്യക്കറിയാം. ഇന്ത്യക്കപ്പുറം ഒരു ജനതയുടെ സമൂഹത്തിന്റെ ഇടയിലേക്ക് പൊട്ടിപ്പുറപ്പെടാൻ ഒരു കൈകൊണ്ട് തീർത്ത ദൈവങ്ങൾക്കും മനുഷ്യൻ കണ്ടെത്തിയതിനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ കാൽവറിയിൽ തകർക്കപ്പെട്ട ഒരുവൻ സകല അറ്റത്തോളം, ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കാൻ കൊള്ളാവുന്ന, മനുഷ്യർക്ക് രക്ഷ നൽകുന്ന, പാപമോചനം നൽകുന്ന, നിത്യജീവൻ നൽകുന്ന ഒരു ദൈവം, അവനെ ഞങ്ങൾ ഉയർത്തുകയാണ്. അവന്റെ പേരാണ് നസറേയനായ യേശു ക്രിസ്തു. അപ്പൊ ഞങ്ങളുടെതൊന്നും ദൈവമല്ലേ ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇനി വിവരിച്ച് പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 2 വരി പാട്ടങ്ങ് പാടാം. കണ്ടകല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കണ്ടകല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവെച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, കൊണ്ടുവെച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, ഏക സത്യ ദൈവമേ ഉള്ളൂ. ദൈവമേ ഉള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേ ഉള്ളൂ. ചത്തമത്യാത്മാക്കൾ ദൈവം എന്നും നിരൂപിക്കണ്ടാരും, ചത്തമത്യാത്മാക്കൾ ദൈവം എന്നും നിരൂപിക്കേണ്ടാരും. 10-100 ദൈവങ്ങൾ, സത്യ ദൈവമൊന്നേ ഉള്ളൂ. 10-100 ദൈവങ്ങൾ, സത്യ ദൈവമൊന്നേ ഉള്ളൂ. ഏക സത്യ ദൈവമേ ഉള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേ ഉള്ളൂ. ഏക സത്യ ദൈവമേ ഉള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേ ഉള്ളൂ. ഭൂവാസികളെ, ഏക സത്യ ദൈവമേ ഉള്ളൂ. ആദേശു മാത്രം, ഏക സത്യ ദൈവമേ ഉള്ളൂ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സകല മനുഷ്യന്റെ കയ്യാൽ തീർത്ത് ചലിക്കാൻ കഴിയാതെ മനുഷ്യൻ കൊണ്ടുവന്നെടുത്തിരുത്തിയ